നാൾ സമീപിക്കുന്നു എന്ന് കാണും തോറും നാം അത് അധികമായി ചെയ്യേണ്ടതാകുന്നു. ദൈവവചനത്തിൽ എവിടെയാണിത് കാണുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? നാൾ സമീപിക്കുന്നുവെന്ന് കാണും തോറും അത് അധികമായി ചെയ്യേണ്ടതാകുന്നു. ഇതെന്തിനോടുള്ള ബന്ധത്തിലാണ് പറയുന്നത്? നാം എല്ലാവരും ഒരുമിച്ച് കൂടി വരുന്ന സമയത്ത്. എബ്രായർ 10:25 വാക്യം മനോഹരമായൊരു വാക്യമാണ്. ഒരുപക്ഷെ നിങ്ങൾക്കത് അറിയില്ലായിരിക്കും. എബ്രായർ 10:25 24 വാക്യത്തിൽ പറയുന്നു, സ്നേഹത്തിനും അതുപോലെ സൽപ്രവർത്തിക്കും ഉത്സാഹം വർദ്ധിപ്പാൻ അന്യോന്യം സൂക്ഷിച്ചുകൊള്ളുകയും. അതുകൊണ്ട് നമുക്ക് ഈ വാക്യത്തിൽ നിന്ന് തുടങ്ങാം. എബ്രായർ 10:24. ഞാൻ ചിന്തിക്കുന്നു ഈ വാക്യം അനേകർക്കും സുപരിചിതമല്ല. ഈ വാക്യം ആളുകൾ കാണാതെ പഠിക്കുന്ന ഒരു വാക്യമല്ല. എന്നാൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. അന്യോന്യം സൂക്ഷിക്കുക. അന്യോന്യം സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നാം വായിച്ചിട്ട് മറന്നു കളയാനല്ല. എബ്രായർ 10:24. നമ്മൾ ഗൗരവമായിട്ട് ഇതേപ്പറ്റി ചിന്തിക്കണം. എങ്ങനെ നമുക്ക് മറ്റുള്ളവരെ ഉത്സാഹിപ്പിക്കാനായിട്ട് കഴിയും, മറ്റുള്ളവരെ ഉണർത്താനായിട്ട് കഴിയും? നിങ്ങൾക്കറിയാമോ എങ്ങനെയാണ് രാഷ്ട്രീയക്കാർ, സംഗീതജ്ഞർ പ്രത്യേകിച്ചും ആളുകളെ ഉത്സാഹിപ്പിക്കുന്നത്? പാടാനും കൈയടിക്കാനും സ്തുതിക്കാനും ഇതുപോലെ ആളുകളെ സ്നേഹിക്കാനായിട്ടും നാം ഉത്സാഹിപ്പിക്കണം. എന്ന് പറഞ്ഞാൽ ഞാൻ മറ്റുള്ളവരോട് ഇടപെടുന്നത്, ഞാൻ ആളുകളോട് സംസാരിക്കുന്ന വിധത്തിൽ കൂടുതൽ സ്നേഹിക്കാനായിട്ട് അവരെ ഉത്സാഹിപ്പിക്കുകയും വെല്ലുവിളിക്കുകയും ചെയ്യണം. ഒന്നാമത് കൂടുതൽ കർത്താവിനെ സ്നേഹിക്കാൻ, യേശുവിനെ, അതുപോലെ അവരുടെ എല്ലാ സഹവിശ്വാസികളെയും, അവരുടെ ശത്രുക്കളെ പോലും. നിങ്ങൾക്കറിയാമല്ലോ ഇന്നത്തെ നമ്മുടെ വിഷയം എന്തുകൊണ്ടാണ് നമ്മൾ കൂടുതൽ ആത്മീയ അഭിവൃദ്ധി പ്രാപിക്കാത്തത്? നമ്മൾ ആത്മീയമായി വളരുന്നു എന്ന് എങ്ങനെ നമുക്ക് ഉറപ്പുവരുത്താം? ഒന്നാമത് സ്നേഹത്തിലുള്ള വളർച്ചയാണ് യഥാർത്ഥത്തിൽ ആത്മീയ വളർച്ച. കർത്താവിനോടുള്ള സ്നേഹം, തമ്മിലുള്ള സ്നേഹം, അതുപോലെ നമ്മുടെ ശത്രുക്കളെ സ്നേഹിക്കുന്നത്. ഇത് അല്ലാത്ത മറ്റ് എല്ലാ മേഖലയിലും നിങ്ങൾ വളരുന്നുണ്ടാവും. ഉദാഹരണത്തിന് പല ആളുകളും സുവിശേഷീകരണത്തെപ്പറ്റി വളരെ ഊന്നി പറയാറുണ്ട്. ഞാനും അത് വിശ്വസിക്കുന്നു. നമ്മുടെ സഭകളിൽ കൂടി അനേകരെ കർത്താവിലേക്ക് നമ്മൾ വഴി നടത്തിയിട്ടുണ്ട്, പല പല മതങ്ങളിലുള്ളവരെ, ലോകത്തിൻ്റെ പല ഭാഗത്തും. അതുകൊണ്ട് നമ്മൾ സുവിശേഷീകരണത്തിനെതിരല്ല. നാം അത് 100% വിശ്വസിക്കുന്ന കാര്യമാണ്. എന്നാൽ അവരെ കർത്താവിനെ അംഗീകരിച്ച് കഴിയുമ്പോൾ നാം അതവിടെ നിർത്തുന്നില്ല. ഇല്ല, യേശു പറഞ്ഞു ഭൂലോകത്തിലൊക്കെയും പോയി ശിഷ്യന്മാരെ ഉണ്ടാക്കിക്കൊള്ളുകയും. അതുകൊണ്ട് ഒരിക്കൽ ഒരാൾ കർത്താവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ, അവൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടാൽ അവനൊരു ദൈവവേദലായി നമുക്ക് ഉറപ്പാണ്. ആ ഉറപ്പിലേക്ക് അവൻ വന്നാൽ അവൻ ഒരു ശിഷ്യനായിത്തീരണം. മത്തായി 28:18 വാക്യത്തിൽ നമുക്കത് കാണാം. അവനവിടെ ശിഷ്യന്മാരെക്കുറിച്ചാണ് പറയുന്നത്. അവർ സ്നാനപ്പെടണം. നമുക്ക് എബ്രായർ 10:24 പോകാം. ഇവിടെ നാം വായിക്കുന്നത് എങ്ങനെയാണ് ആളുകളെ സ്നേഹിക്കാൻ ഉത്സാഹിപ്പിക്കുന്നതെന്നും, അതുപോലെ ആ സ്നേഹത്തിൽ നിന്ന് വരുന്ന സൽപ്രവർത്തികളും. ഹൃദയത്തിലുള്ളൊരു സ്നേഹം മാത്രമല്ല, ഞങ്ങൾ അന്യോന്യം സ്നേഹിക്കുന്നു എന്നൊരു പറച്ചിലല്ല. അല്ല, നമ്മുടെ സ്നേഹത്തിൽ നിന്നൊരു പ്രവൃത്തിയും ഉണ്ടാകുന്നില്ലെങ്കിൽ നമ്മുടെ ആ സ്നേഹത്തിന് ഒരു വിലയുമില്ല. നിങ്ങൾ ചിന്തിച്ച് നോക്കൂ, ഒരു ഭർത്താവ് പറയുകയാണ് ഞാൻ എൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നു, എന്നാൽ അവളെ ഒരു കാര്യത്തിന് സഹായിക്കുന്നില്ല, അവളെ ഉത്സാഹിപ്പിക്കുന്ന ഒരു വാക്കും അവൻ പറയുന്നില്ല, അവിടെ ആവശ്യങ്ങൾ അവൻ ഒരിക്കലും സഹായിക്കുന്നില്ല. അവൻ പറയുന്ന ആ സ്നേഹത്തിന് എന്തെങ്കിലും വിലയുണ്ടോ? അത് യഥാർത്ഥ സ്നേഹമല്ല. സ്നേഹവും നല്ല പ്രവർത്തികളും നമ്മുടെ സ്നേഹത്തിൻ്റെ തെളിവ് അതാണ്. നമ്മുടെ തമ്മിലുള്ള ബന്ധത്തിലും നമുക്ക് ലോകത്തിലുള്ള എല്ലാവരെയും സഹായിക്കാൻ കഴിയില്ല. അത് ദൈവത്തിന് മാത്രമേ കഴിയൂ. എന്നാൽ ദൈവം നമ്മെ ഒരു സഭയിലാക്കി വെച്ചിരിക്കുന്നു. അവിടെ നമുക്ക് അന്യോന്യം സഹായിക്കാൻ കഴിയും. അതുകൊണ്ടാണ് അവൻ ചെറിയ കൂട്ടായ്മകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. യേശു ഒരിക്കലും ഇപ്രകാരം പറഞ്ഞില്ല, നിങ്ങൾ ലോകത്തെ സ്നേഹിക്കുമ്പോൾ ലോകം നിങ്ങൾ ശിഷ്യന്മാരെന്ന് പറയുമെന്നല്ല. ഞാൻ നിങ്ങളെ അത് കാണിച്ചു തരാം. യോഹന്നാൻ്റെ സുവിശേഷം 13 നമുക്ക് ആ വാക്യം നോക്കാം. യോഹന്നാൻ 13 നിങ്ങൾക്കറിയാം, പഴയ നിയമത്തിലെ കൽപ്പന ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കണം, അതിന് വ്യത്യാസമില്ല. അത് ദൈവമായിട്ടുള്ള ലംബമായ ദിശയാണ്. ക്രൂശിൻ്റെ ആ 2 കൈകൾ പോലെ തിരശ്ചീനമായ ദിശ.
അത് മറ്റുള്ളവരെ നമ്മളെപ്പോലെ തന്നെ സ്നേഹിക്കണമെന്നാണ്. അതാണ് പഴയ നിയമം. എന്നാൽ യേശു അത് തിരുത്തി. അത് കാണുന്നത് യോഹന്നാൻ 13:34 യേശു പറഞ്ഞു, ഞാൻ നിങ്ങൾക്കൊരു പുതിയ കൽപ്പന തരുന്നു. ആ പുതിയ കൽപ്പന മറ്റുള്ളവരെ നിങ്ങളെപ്പോലെ തന്നെ സ്നേഹിക്കണമെന്നല്ല. അതുതന്നെ ഉയർന്ന നിലവാരമാണ്. എന്നാൽ യേശു നിങ്ങളെ സ്നേഹിച്ച പോലെ നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്നാണ്. ഇത് പരിശുദ്ധാത്മാവില്ലാതെ ഒരിക്കലും സാധ്യമായ കാര്യമല്ല. എനിക്ക് അറിയില്ല നിങ്ങളിൽ എത്ര പേര് ഇത് ഗൗരവമായിട്ട് എടുത്തിട്ടുണ്ടെന്ന്. ആത്മീയ വളർച്ചയെന്ന് പറഞ്ഞാൽ 2 ദിശയിലുള്ള സ്നേഹത്തിൻ്റെ വളർച്ചയാണ്. ഇന്ന് ഞാൻ യേശുവിനെ മുമ്പ് ഒരിക്കലും സ്നേഹിച്ചതിൽ കൂടുതൽ സ്നേഹിക്കുന്നുണ്ട്. അതാണ് ആത്മീയ വളർച്ചയെന്ന് പറഞ്ഞാൽ. അതിനുശേഷം എൻ്റെ കൂട്ടുവിശ്വാസികളോട് എനിക്ക് സ്നേഹത്തിൻ്റെ ഒരു മനോഭാവം ഉണ്ടായിരിക്കണം. ഒന്നാമത് നമ്മുടെ പ്രാദേശിക സഭയിൽ, അതിനുശേഷം ആ വലിയ വൃത്തത്തിൽ, നിങ്ങൾക്കറിയാവുന്ന ദൈവ മക്കളോടുള്ള ബന്ധത്തിൽ. നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്നുള്ള ഒരു പുതിയ കൽപ്പന ഞാൻ തരുന്നു. ലോകത്തെ അല്ല. നിങ്ങൾ ചിന്തിക്കും നമ്മൾ ലോകത്തെ സ്നേഹിക്കണം, അതുകൊണ്ട്. എന്നാൽ കൽപ്പന തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്നാണ്. ശിഷ്യന്മാർ തമ്മിൽ തമ്മിൽ യേശു നമ്മളെ സ്നേഹിച്ച പോലെ. പിന്നെ അവൻ പറഞ്ഞു, 35 വാക്യം നിങ്ങൾ ശ്രദ്ധിക്കുക. യോഹന്നാൻ 13:35 നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. നമ്മൾ ചിന്തിക്കും അവൻ പറഞ്ഞത് നിങ്ങൾ ആളുകളെ സ്നേഹിക്കുമ്പോൾ അവർക്ക് മനസ്സിലാകും നിങ്ങൾ ശിഷ്യന്മാരെന്ന്. അതിനർത്ഥം ലോകത്തിലുള്ള ആളുകൾ അവരെ സ്നേഹിക്കുമ്പോൾ നിങ്ങൾ ശിഷ്യന്മാരെന്ന് പറയുന്നു. അല്ല, അവരെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്, ഞാൻ ആരെയും വെറുക്കുന്നില്ല. എന്നാൽ ഇവിടെ അവൻ പറയുന്നത്, ഈ ലോകം നിങ്ങൾ ശിഷ്യന്മാരെന്നറിയുന്നത് നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കുമ്പോഴാണ്. നിങ്ങൾ തമ്മിൽ തമ്മിൽ ത്യാഗ മനോഭാവത്തോടുകൂടി സ്നേഹിക്കുമ്പോൾ, നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, പ്രത്യേകിച്ച് അവർ കാണുകയാണ് നിങ്ങൾ നിങ്ങളുടെ സഹവിശ്വാസികളെ നിൻ്റെ കുടുംബക്കാരെക്കാൾ അധികം സ്നേഹിക്കുന്നത് കാണുമ്പോൾ, മാനസാന്തരപ്പെടാത്ത നിങ്ങളുടെ കുടുംബാംഗങ്ങളെക്കാൾ ദൈവമക്കളോടുള്ള നിങ്ങളുടെ സ്നേഹത്തെ അവർ കാണുമ്പോൾ, എനിക്കെന്നെപ്പറ്റി അത് നിശ്ചയമായിട്ടും പറയാൻ കഴിയും. എൻ്റെ ബന്ധുക്കൾ അവർ മാനസാന്തരപ്പെട്ടതല്ലെങ്കിൽ അവരോടുള്ള സ്നേഹത്തെക്കാൾ എത്രയോ കൂടുതലാണ് സഭയിലുള്ള ആളുകളോടുള്ള എൻ്റെ ബന്ധം. എന്തുകൊണ്ടാണത്? ഞാൻ എൻ്റെ ബന്ധുക്കളെ വെറുക്കുന്നു എന്നല്ല. ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ ബന്ധുക്കളെ നാം സഹായിക്കണം, നമ്മുടെ കുടുംബാംഗങ്ങളെ നമ്മൾ സ്നേഹിക്കണം. എന്നാൽ അത് വ്യത്യസ്തമായൊരു തലത്തിലാണ്. എന്നാൽ എൻ്റെ പ്രാഥമികമായ കുടുംബം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കുടുംബമാണ്. ഞാൻ ഇന്ന് ദൈവകുടുംബത്തിൻ്റെ ഭാഗമാണ്. അതാണ് എൻ്റെ ഒന്നാമത്തെ കുടുംബം. ലൗകികമായ കുടുംബം രണ്ടാമതാണ്. എനിക്കറിയില്ല ഇത് നിങ്ങളെ എല്ലാവരെയും സംബന്ധിച്ച് ശരിയാണോ. ആത്മീയ പുരോഗതിയെക്കുറിച്ച് ചിന്തിക്കുമ്പം ഇതാണ് ഒന്നാമത്തെ കാര്യം. നിങ്ങളൊരു ശിഷ്യനായി തീർന്നിട്ടുണ്ടോ? നിങ്ങളൊരു ശിഷ്യനായി തീർന്നിട്ടുണ്ടോ? ക്രിസ്തുവിനാണോ നിങ്ങൾ ഒന്നാം സ്ഥാനം കൊടുക്കുന്നത്? ലൂക്കോസ് 14 യേശു പറഞ്ഞു, ശരി, നമുക്ക് ആ വാക്യത്തിലേക്ക് പിന്നീട് പോവാം. നമുക്ക് പിന്നെയും യോഹന്നാൻ 13:35 പോവാം. നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളൊരു ശിഷ്യനാണെങ്കിൽ ഇത് സത്യമാവും. നമുക്ക് ലൂക്കോസ് 14 പോവാം. ആത്മീയ അഭിവൃദ്ധിയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നമ്മൾ ക്രിസ്തീയ ജീവിതത്തിൽ ശരിയായ ഒരു തുടക്കം കുറിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം ശരിയായിട്ട് മുന്നോട്ട് പോകില്ല. നിങ്ങളൊരു ശിഷ്യനായിത്തീരുന്നതാണ് ആ നല്ല തുടക്കമെന്ന് പറയുന്നത്. ഞാൻ എൻ്റെ സാക്ഷ്യം പറയാം. ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ മാനസാന്തരം അത് സമൂലമായിരുന്നു. എനിക്ക് 13-14 വയസ്സുള്ളപ്പോഴാണ് യേശുവിനെ എൻ്റെ ഹൃദയത്തിലേക്ക് വരാനായിട്ട് ഞാൻ ക്ഷണിച്ചത്. എന്നാൽ അതിലെനിക്ക് ഉറപ്പില്ലായിരുന്നു. എന്നാൽ എനിക്ക് 19.5 വയസ്സുള്ളപ്പോൾ, അന്ന് ഞാൻ നേവിയിൽ ജോലി ചെയ്യുകയാണ്, ഞാനൊരു വാക്യം വായിച്ചു. യോഹന്നാൻ 6:37 എൻ്റെ അടുക്ക് വരുന്നവനെ ഒരു നാളും ഞാൻ ഉപേക്ഷിക്കുകയില്ല. അന്ന് എനിക്ക് ആ കാര്യത്തിൽ ഉറപ്പ് കിട്ടി. ശരിയാണ്, മുമ്പ് ഞാൻ ഈ വാക്യം വായിച്ചിട്ടുണ്ട്. എന്നാൽ എങ്ങനെയോ പരിശുദ്ധാത്മാവ് ആ വാക്യം എൻ്റെ ഹൃദയത്തിൽ എഴുതി. ഇതെത്ര അത്ഭുതകരമാണ്. നിങ്ങൾ ദൈവവചനം വായിക്കുമ്പം പരിശുദ്ധാത്മാവ് ഒരു വാക്യമെടുത്ത് ഹൃദയത്തിൽ അത് എഴുതി തരുന്നത്. ഞാൻ പറയട്ടെ, ആ വാക്യം എൻ്റെ ഹൃദയത്തിൽ എഴുതിയതിൻ്റെ ഫലം 1959 ജൂലൈയിലാണത്. 64 കൊല്ലങ്ങൾക്ക് മുമ്പാണ് സംഭവിച്ചത്. ഈ 64 കൊല്ലത്തിൽ ഒരിക്കലും ദൈവം എന്നെ സ്വീകരിച്ചെന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ടായില്ല. ഞാൻ പൂർണ്ണനായെന്നല്ല, എൻ്റെ ജീവിതത്തിൽ പല ഉയർച്ച താഴ്ചകളുണ്ടായിട്ടുണ്ട്. എൻ്റെ ആദ്യ നാളുകളിൽ പലപ്പോഴും ഞാൻ വീഴുക എഴുന്നേൽക്കുകയും ചെയ്തു. മിക്കപ്പോഴും ഞാൻ തെറ്റിപ്പോയി എന്നോട് ക്ഷമിക്കണേ ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ
അവൻ എന്നെ സ്വീകരിച്ചു എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായിരുന്നു. ഇതാണ് ഞാൻ നിങ്ങളോട് എല്ലാവരോടും ഒന്നാമത് പറയുന്നത്. ഈ കാര്യം നിങ്ങൾക്ക് നിശ്ചയമായിരിക്കണം. ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ക്രിസ്തുവിൻ്റെ അടുക്കൽ വന്നപ്പോൾ നിങ്ങൾ മാനസാന്തരപ്പെട്ടെങ്കിൽ, മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ ഞാൻ തെറ്റ് ചെയ്തു പോയി എന്നൊരു ദുഃഖം മാത്രമല്ല, നിശ്ചയമായും ഒരു കള്ളൻ അവൻ പിടിക്കപ്പെട്ടാലും അവന് ദുഃഖം തോന്നും. ചിലപ്പം നമ്മൾ ദുഃഖിക്കുന്ന നമുക്ക് നരകത്തിൽ പോകേണ്ടാത്തതുണ്ടാകാം. ഞാൻ എൻ്റെ സൃഷ്ടാവിനെ ദുഃഖിപ്പിച്ചു എന്നുള്ള ദുഃഖവും ഞാൻ നരകത്തിൽ പോകുമല്ലോ എന്നോർത്ത് എനിക്കുണ്ടാകുന്ന ദുഃഖവും തമ്മിൽ വളരെ വളരെ വലിയ വ്യത്യാസമുണ്ട്. നിങ്ങൾക്കറിയാമോ, നിങ്ങൾ ചെയ്യുന്ന സകല പാപവും നിന്നെ സൃഷ്ടിച്ച ദൈവത്തെ അവമാനിക്കുകയാണെന്ന്. അത് പിന്നെയും നിങ്ങൾ ആ ആണി യേശുവിൻ്റെ കൈകളിൽ അടിക്കുന്ന പോലാണ്. നിന്റെ പാപത്തിനു വേണ്ടി അവൻ ക്രൂശിൽ തൂങ്ങിയ സമയത്ത് നാം ആ ക്രൂശിലേക്ക് നോക്കുമ്പം പാപത്തിൻ്റെ ഗൗരവം എന്താണെന്ന് നാം കാണണം. എൻ്റെ പാപത്തിനു വേണ്ടി യേശു ആ ക്രൂശിൽ തൂങ്ങി കിടക്കുന്നത് ഞാൻ പലപ്പോഴും ധ്യാനിക്കാറുണ്ട്. പിതാവിനാൽ അവൻ ത്യജിക്കപ്പെട്ടത് എൻ്റെ പാപത്തിനു വേണ്ടിയാണ്. ലോകത്തിൻ്റെ പാപത്തിനു വേണ്ടിയല്ല, എൻ്റെ പാപത്തിനു വേണ്ടി. ഞാനെന്ന് പറയുന്ന ഈ വ്യക്തിക്ക് വേണ്ടി എപ്പോഴും ഞാനത് ചെയ്യാറുണ്ട്. ഇന്നും ഞാനത് ധ്യാനിക്കാറുണ്ട്. ദൈവം അതിനെക്കുറിച്ച് കൂടുതൽ വെളിപ്പാട് എനിക്ക് തരുന്നുണ്ട്. ക്രൂശിൻ്റെ അർത്ഥം എന്താണെന്ന്, എന്ത് വിലയാണ് യേശു അവിടെ കൊടുത്തതെന്ന്. അത് നമ്മൾ കൂടുതൽ മനസ്സിലാക്കുമ്പം ഞാൻ എൻ്റെ കാര്യം പറയാം. അത് കൂടുതൽ എനിക്ക് മനസ്സിലായപ്പം, ക്രിസ്തു എന്ത് വിലയാണ് അതിനുവേണ്ടി കൊടുത്തതെന്ന് മനസ്സിലാക്കിയപ്പം കൂടുതൽ സ്നേഹം സ്വാഭാവികമായിട്ട് എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഉയർന്നു വന്നു. ഞാനത് ഉൽപ്പാദിപ്പിക്കേണ്ട, അത് സ്വാഭാവികമായിട്ട് വരും. ഒരാൾ നിങ്ങളെ എത്രമാത്രം സ്നേഹിക്കുന്നു നിങ്ങൾ കണ്ടാൽ തിരിച്ച് സ്നേഹിക്കാൻ ആരും പറയണ്ട. എന്നാൽ നിങ്ങളെ ആരോ ഉപദേശിക്കുകയാണ്, ഈ ആളെ സ്നേഹിക്കണം, ഈ ആളെ സ്നേഹിക്കണം. ഒരുപക്ഷെ നിങ്ങളതിന് ശ്രമിക്കുമായിരിക്കും, എന്നാൽ അത് വിജയിക്കണമെന്നില്ല. എന്നാൽ ആ വ്യക്തി നിങ്ങളെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായാൽ, ആ വ്യക്തി നിനക്ക് വേണ്ടി എത്രമാത്രം ത്യാഗം ചെയ്തെന്ന് നിനക്ക് മനസ്സിലായാൽ, അപ്പം അത് വളരെ വ്യത്യസ്തമായ ഒരു കാര്യമാവും. അപ്പോൾ നിങ്ങൾക്ക് അവനെ സ്നേഹിക്കാൻ കഴിയും. ഇതാണ് എനിക്ക് സംഭവിച്ചത്. ഞാൻ ക്രൂശിനെ പറ്റി ധ്യാനിക്കാൻ തുടങ്ങിയപ്പം ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുന്നത്, നിങ്ങൾ ധാരാളം സമയമെടുത്ത് കാൽവറി ക്രൂശിനെ പറ്റി ധ്യാനിച്ചുകൊണ്ട് പറയണം, കർത്താവെ, ക്രൂശ് എന്താണെന്ന് കാണാനായിട്ട് എൻ്റെ കണ്ണുകളെ അങ്ങ് തുറക്കുമാറാകണേ. അതെനിക്കൊരു പഴയ കഥയായിരിക്കരുത്, അതെപ്പോഴും എനിക്ക് പുതുതായിരിക്കണം. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാമോ, സ്വർഗത്തിൽ അവർ ക്രൂശിനെ പറ്റി പാടുന്നുണ്ട്. അവർ പാടി, അറുക്കപ്പെട്ട കുഞ്ഞാട്, നീ യോഗ്യൻ. അതാണ് സ്വർഗത്തിലെ പാട്ട്. രക്തത്തെ പറ്റിയാണ് അവർ പാടുന്നത്. അതുകൊണ്ടാണ് അവൻ നമ്മെ വിലയ്ക്ക് വാങ്ങിയത്. അവിടെ കാണുന്നത്, ഈ വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നത്. നമുക്കത് നോക്കാം. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൽ അവിടെ പറയുന്നു, നീ യോഗ്യൻ. ഇത് നാം കാണുന്ന 9-ാമത്തെ വാക്യത്തിലാണ്. നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സകല ഗോത്രങ്ങളിലും ഭാഷകളിൽ നിന്ന് ഞങ്ങളെ വിലയ്ക്ക് വാങ്ങി. ചിന്തിച്ചു നോക്കൂ, നിത്യത മുഴുവൻ ഞാൻ ക്രിസ്തുവിൻ്റെ രക്തത്തെക്കുറിച്ച് പാടും, അവൻ്റെ ക്രൂശിലെ മരണത്തെക്കുറിച്ച്. ഈ വെളിപ്പാട് പുസ്തകം 5-9 അനുസരിച്ച് ഞാൻ നിത്യത മുഴുവനും ഈ പാട്ട് പാടുമെങ്കിൽ എന്തുകൊണ്ടാണ് ഇപ്പം ഞാനതിനെപ്പറ്റി ചിന്തിക്കാത്തത്? എനിക്കതൊരു പഴയ കഥയല്ല. ശരിയാണ്, ഇത് ഞാൻ അനേക വർഷങ്ങൾക്ക് മുമ്പ് കേട്ടതാണ്, എന്നാൽ അത് ഇന്നും പുതിയതാണ്. വെളിപ്പാട് പുസ്തകം 5-9 നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, അവരൊരു പുതിയ പാട്ട് പാടി. നിങ്ങൾക്കറിയാമോ എന്താണ് ഈ പുതിയ പാട്ടെന്ന്? നമ്മളൊന്ന് ചിന്തിച്ചേ. നമ്മളൊരു പുതിയ പാട്ട് പാടുന്നു. നിങ്ങളൊരു പാട്ട് പാടുന്നത് കേൾക്കുമ്പോൾ, ഇന്ന് നമ്മൾ പല പാട്ടും പാടി, അതൊക്കെ നിങ്ങൾക്ക് സുപരിചിതമായിരുന്നു. എന്നാൽ നിങ്ങൾ മുമ്പൊരിക്കലും കേൾക്കാത്ത ഒരു പാട്ട് കേട്ടാൽ അത് നിങ്ങൾക്കൊരു പുതിയ പാട്ടാണ്. നീ അത് ആദ്യമായിട്ട് കേൾക്കുകയാണ്. മുമ്പ് ഞാനത് കേട്ടിട്ടില്ലല്ലോ. പ്രത്യേകിച്ച് അത് വളരെ മനോഹരമായ വരികൾ ഉള്ളതാണെങ്കിൽ. ചിലപ്പോൾ ഞാൻ വളരെ അർത്ഥമുള്ള ഒരു പാട്ട് കേൾക്കുമ്പോൾ ഞാൻ പറയും, എനിക്കത് പഠിക്കണം. അതാണ് ഒരു പുതിയ പാട്ട്. അത് വളരെ പുതുമയുള്ളതാണ്. സ്വർഗത്തിൽ ഈ പാട്ട് പാടുമ്പോൾ അവർക്ക് അതൊരു പുതിയ പാട്ടാണ്. അതെന്താണ്? യേശു എനിക്കായിട്ട് മരിച്ചു. നിങ്ങൾ പറയാം, അതൊരു പുതിയ പാട്ടാണോ? ശരിക്കും
നീ ഒരു പിന്മാറ്റക്കാരനാണ്. എൻ്റെ പ്രിയ സഹോദരിമാൻ, സ്നേഹത്തോടാണ് ഞാൻ പറയുന്നത്. യേശു എനിക്കായിട്ട് മരിച്ചു എന്നുള്ളത് അവരൊരു പുതിയ പാട്ട് പാടുകയായിരുന്നു എന്ന് വെളിപാട് പുസ്തകം 5:9 ഞാൻ വായിച്ചപ്പം. പുതിയതെന്ന് പറഞ്ഞാൽ പുതുമയുള്ളത്. അതിനർത്ഥം യേശുക്രിസ്തുവിൻ്റെ മരണവും യേശു ഒഴുകിയ രക്തവും അത് സ്വർഗത്തിൽ എപ്പോഴും പുതിയതാണ്. ഇന്നു മുതൽ 10,000 വർഷം കഴിഞ്ഞാലും ഞാൻ സ്വർഗത്തിൽ നിൽക്കുമ്പം ഞാൻ പാടും, യേശു തൻ്റെ രക്തം എനിക്ക് വേണ്ടി ഒഴുക്കി. അത് ഞാൻ ആദ്യം കേൾക്കുന്നത് പോലെ തന്നെയായിരിക്കും. അത് ഞാൻ ആദ്യമായിട്ട് പാടുന്ന പോലെ. ഓ കർത്താവേ, പാപിയായ എനിക്ക് വേണ്ടി അവിടുത്തെ രക്തം ഒഴുക്കിയോ, നന്ദി. അതെന്നെ ആവേശം കൊള്ളിക്കും. അതെന്നെ പഠിപ്പിച്ചത് ഇതാണ്. അങ്ങനെയാണ് ഇപ്പം യേശുക്രിസ്തുവിൻ്റെ കാൽവറി ക്രൂശിനെ പറ്റി ഞാൻ പാടേണ്ടത്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ അതെനിക്ക് ഒരു സാധാരണ കാര്യമാകരുത്. യേശുക്രിസ്തു എൻ്റെ പാപത്തിന് വേണ്ടി മരിച്ചെന്നുള്ള കാര്യം. ഇതുകൊണ്ടാണ് അനേക ക്രിസ്ത്യാനികളുടെ ജീവിതത്തിൽ വളരെ കുറച്ച് മാത്രം ആത്മീയ പുരോഗതി ഉണ്ടാകുന്നത്. അവർക്കത് സർവ്വസാധാരണമായൊരു കാര്യമാണ്, യേശുക്രിസ്തു അവർക്ക് വേണ്ടി മരിച്ചെന്നുള്ള കാര്യം. ഓ, അത് എത്രയോ നാളുകളായിട്ട് എനിക്കറിയാം. ഇതുപോലെയാണത്. നിങ്ങൾക്കറിയാമോ 2 2 4 കാര്യം? ഓ, അതെനിക്ക് 5 വയസ്സുള്ളപ്പം തന്നെ ഞാൻ പഠിച്ചതാണ്. ആ നേഴ്സറിയിൽ 2 2 കൂട്ടിയ 4. നിങ്ങൾക്കിങ്ങനെയാണോ ഇത്? യേശു നിങ്ങൾക്ക് വേണ്ടി മരിച്ചെന്നുള്ള കാര്യം വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണോ? ഞാൻ പറയും, കർത്താവ്, ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ആകരുത്. ഒരു പുതിയ പാട്ട്, എന്നും പുതുമയുള്ള ഒരു പാട്ട്. എന്താണത്? യേശു എൻ്റെ പാപത്തിനായിട്ട് മരിച്ചു, തൻ്റെ രക്തം അവൻ എനിക്ക് വേണ്ടി ഒഴുക്കി. ഈ ഹീനനായ പാപിയുടെ പാപം ക്ഷമിക്കാൻ എൻ്റെ ഈ ഭൂമിയിലുള്ള ജീവിതം മുഴുവനും എനിക്കങ്ങനെ ആയിരിക്കണം. അതാണ് എൻ്റെ ജീവിതത്തിൽ വലിയ വ്യത്യാസം കൊണ്ടുവന്നത്. അതാണ് കർത്താവിൻ്റെ കൂടുതൽ അഭിഷേകം എൻ്റെ ജീവിതത്തിൽ തരുവാനുള്ള കാരണം. നിങ്ങൾ ലേവ്യ പുസ്തകം വായിച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, ആ പുരോഹിതനെ അവർ അഭിഷേകം ചെയ്യുന്ന സമയത്ത് അവൻ്റെ മേലെ അവരൊരു മൃഗത്തിൻ്റെ അല്പം രക്തം ഒഴിക്കും, അവൻ്റെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത്. അതിനുശേഷം അവർ ഒരു തുള്ളി എണ്ണ ഒഴിക്കും ആ രക്തത്തിൻ്റെ മുകളിൽ. അങ്ങനെയാണ് പുരോഹിതന്മാർ അഭിഷക്തരാകുന്നത്, അവരെ ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുക്കുന്നത്. അതിൻ്റെ അർത്ഥം ഇതാണ്, അത് യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ ഒരു സാദൃശ്യവും അതുപോലെ പരിശുദ്ധാത്മാവിൻ്റെയും. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നു, ഇത് തമ്മിലൊരു ബന്ധമുണ്ട്. ക്രിസ്തുവിൻ്റെ രക്തത്തെ കൂടുതൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ വിലമതിക്കുമ്പം കൂടുതൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എൻ്റെ ജീവിതത്തിൽ പ്രാപിക്കാൻ എനിക്ക് കഴിയും. ഈ എണ്ണ രക്തത്തിൻ്റെ മുകളിലാണ് ഒഴിക്കുന്നത്. നിങ്ങൾ ലേവ്യ പുസ്തകം എടുത്ത് അത് വായിച്ചു നോക്കുക. പല പ്രാവശ്യം അത് പറയുന്നുണ്ട്. അവരാദ്യം ഒരു തുള്ളി രക്തമൊഴിക്കും, അതിൻ്റെ മുകളിൽ ഒരു തുള്ളി എണ്ണ ഒഴിക്കും. പഴയ നിയമത്തിലെ ഈ കൽപ്പനകൾക്കൊക്കെ ഒരു അർത്ഥമുണ്ടെന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അത് നമ്മെ ചില കാര്യങ്ങൾ പഠിപ്പിക്കും. ഇതിൻ്റെ അർത്ഥം ഞാൻ മനസ്സിലാക്കുമ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവേ, ഞാൻ നിൻ്റെ രക്തത്തിൻ്റെ വില മനസ്സിലാക്കുമ്പോൾ, അത് നൽകാൻ വേണ്ടി അങ്ങ് എത്ര വിലയാണ് കൊടുത്തതെന്ന് അറിയുമ്പോൾ, നീ ആ ക്രൂശിൽ എന്തൊക്കെ സഹിച്ചു എന്നുള്ളതിൻ്റെ വില ഞാൻ മനസ്സിലാക്കുമ്പോൾ, അതിന് ഞാൻ എത്രമാത്രം വില കൽപ്പിക്കുമോ അത്ര കൂടുതൽ തൻ്റെ അഭിഷേകം ദൈവം എനിക്ക് തരും. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേണ്ട, കർത്താവേ, നിൻ്റെ ആത്മാവിനെ പറയണമേ, ആത്മാവ് കൊണ്ട് നിറയ്ക്കണേ. ആത്മ നിറവിനായിട്ട് ആളുകൾ പ്രാർത്ഥിക്കും. എന്നാൽ അവരുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ അവരത് പ്രാപിച്ച ശേഷം അടുത്ത ദിവസം അവരുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസവുമില്ല. അടുത്ത വർഷം നോക്കിയാലും ഒരു വ്യത്യാസവും കാണാനില്ല. സഭയിൽ പോയി ഉച്ചത്തിൽ സ്തുതിക്കുകയും ബഹളം ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നു, അവരുടെ കൈ ഉയർത്തുന്നു. അവരാത്മാവുകൊണ്ട് നിറഞ്ഞെങ്കിൽ അവരുടെ ജീവിതം കൂടുതൽ ക്രിസ്തുതുല്യമാകണ്ടേ? പരിശുദ്ധാത്മാവ് വരുന്നത് നമ്മെ ക്രിസ്തുതുല്യരാക്കാനാണ്. അതാണ് ആത്മീയ അഭിവൃദ്ധി എന്ന് പറഞ്ഞാൽ. ഒരു വാക്കിൽ ആത്മീയ അഭിവൃദ്ധി എന്ന് പറഞ്ഞാൽ യേശുവിനെ പോലെ കൂടുതലാകുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ശുശ്രൂഷയിൽ, മറ്റുള്ളവരോടുള്ള മനോഭാവത്തിൽ, ദൈവത്തോടുള്ള മനോഭാവത്തിൽ, സഹോദരന്മാരുടെ മനോഭാവത്തിൽ, ദൈവത്തോടുള്ള ഭക്തിയിൽ ക്രിസ്തുവിനെ പോലെ കൂടുതലാവുക. അതാണ് ആത്മീയ അഭിവൃദ്ധി. ദൈവവചന ജ്ഞാനമല്ല. പരീശന്മാർക്ക് വളരെയധികം ദൈവവചന ജ്ഞാനം ഉണ്ടായിരുന്നു. ആത്മീയ വളർച്ചയെന്ന് പറഞ്ഞാൽ അതല്ല. അത് ദൈവവചനത്തെ രേഖപ്പെടുത്തിയിരിക്കുന്ന നമ്മളെ ഇത് പഠിപ്പിക്കാനാണ്. വചനത്തിലെ എല്ലാ കാര്യവും നിങ്ങൾക്കറിയാമെങ്കിലും നിങ്ങൾ നരകത്തിലേക്ക് പോകാം. ലൂക്കോസ് 23 യേശു പരീശന്മാരോട് പറഞ്ഞെന്താ? നരകവിധിയിൽ നിന്ന് നിങ്ങൾ എങ്ങനെ ഒഴിഞ്ഞു പോകും? ആരോടാണത് പറഞ്ഞത്? ആ സമയത്ത് ഈ ലോകത്തിലുള്ള ആരെക്കാളും കൂടുതൽ ദൈവവചനം അറിയാവുന്നവരോട്. ക്രൂശിൻ്റെ ചുവട്ടിൽ നിന്ന് ആ റോമാ പട്ടാളക്കാരൻ, അവൻ പറഞ്ഞു ഇവൻ ദൈവപുത്രനാണ്. അവന് വേദപുസ്തകത്തിൻ്റെ ABCD അറിയില്ല.
അതുകൊണ്ട് ഇത് ദൈവവചന ജ്ഞാനമല്ല. ദൈവവചനം അറിയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ 64 കൊല്ലമായിട്ട് ദൈവവചനം പഠിക്കുന്നു. അതെൻ്റെ ജീവിതത്തെ തന്നെ മാറ്റി. ഞാൻ ചിന്തിക്കും നമ്മളെല്ലാവരും ദൈവവചനം പഠിക്കണം. ഞാൻ അതേപ്പറ്റി പിന്നീട് പറയാം. എന്നാൽ ഞാൻ നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്നത്, പരീശന്മാർക്കുണ്ടായിരുന്ന വെറും ദൈവവചനത്തിൻ്റെ അറിവായിരുന്നു. അവർ ദൈവവചനം പഠിച്ചു. എന്നിട്ട് യേശുവിനെ നോക്കിയിട്ട് അവർ പറഞ്ഞു, ഇവൻ ഭൂതങ്ങളുടെ തലവനാണ്. ആരാണ് യേശുവിനെ ഭൂതങ്ങളുടെ തലവനെന്ന് ബെയൽസെബൂൽ എന്ന് വിളിച്ചത്? റോമാക്കാരായിരുന്നില്ല, അല്ല. ജാതികളല്ല, അത് സാധുക്യരുമായിരുന്നില്ല. അവർ ദൈവവചനമെല്ലാം വിശ്വസിക്കുന്നവരല്ല. പരീശന്മാരാണ്. മറ്റെന്തിനേക്കാളും കൂടുതൽ ദൈവവചനം പഠിച്ചവർ. അവരാണ് യേശുവിനെ പിശാചെന്ന് വിളിച്ചത്. അതെന്താ നമ്മെ പഠിപ്പിക്കുന്നത്? നമ്മൾ യേശുവിനെ പിശാചെന്ന് വിളിക്കുന്നില്ല. എന്നാൽ ദൈവവചനം മുഴുവൻ പഠിച്ചിട്ട് നിങ്ങളൊരു ആത്മീയ അന്ധനായിത്തീരാം. അതാണ് ഞാൻ അവിടുന്ന് പഠിച്ചത്. നിങ്ങൾ വേദപുസ്തകം വായിച്ച് അതൊക്കെ ഓർത്തു വെച്ച് നിങ്ങൾക്കൊരു ആത്മീയ അന്ധനാകാം. അതിൻ്റെ തെളിവ്, ദൈവവചനത്തിൽ നിങ്ങൾക്ക് വെളിച്ചം കിട്ടിയെങ്കിൽ നിങ്ങളുടെ ജീവിതം മാറും. നിങ്ങൾക്കറിയാം, പുതിയ നിയമത്തിൽ ഇപ്രകാരം ഒരു പദമുണ്ട്, വെളിപ്പാട്. ധ്യാനിക്കുക എന്ന പദമായിരുന്നു പഴയ നിയമത്തിൽ. ആ കാലത്ത് അവർ ദൈവവചനം ധ്യാനിക്കുകയായിരുന്നു, രാവും പകലും. സങ്കീർത്തനം 1 ദൈവവചനം ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ശരിയാണ്. ഇത് പരീശന്മാർ ചെയ്യുമായിരുന്നു. അവസാനം അവർ പറഞ്ഞു, യേശു പിശാചാണ്. പുതിയ നിയമത്തിൽ അതിൻ്റെ അത്തുല്യമായ പദം എഫേസ്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്, വെളിപ്പാടിൻ്റെ ആത്മാവിനെ നിങ്ങൾക്ക് തരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവവചനം ധ്യാനിക്കുകയല്ല, വെളിപ്പെട്ട് കിട്ടുക. ചിലപ്പം ഞാൻ ഒരു വാക്യമായിരിക്കും വായിക്കുന്നത്. രാവിലെ ഞാൻ പറയും, കർത്താവേ, ഞാൻ അതേപ്പറ്റി ചിന്തിക്കും, പിന്നെയും ചിന്തിക്കും, ആ വാക്യത്തെക്കുറിച്ച് ധ്യാനിക്കും. ധ്യാനം കൊണ്ട് നിർത്തത്തില്ല. എനിക്ക് വേണ്ടി ഒരു വെളിപ്പാടാണ്. കർത്താവെ, എനിക്ക് വെളിപ്പെടുത്തി തരണേ. ഇതിൻ്റെ അർത്ഥം എന്താണ്? വെളിപ്പാട് എൻ്റെ ജീവിതത്തെ മാറ്റും. ഞാൻ ധ്യാനിക്കുമ്പം എൻ്റെ തലച്ചോറിൽ അറിവ് കിട്ടും. എൻ്റെ തലച്ചോറിൽ ആവശ്യത്തിൽ കൂടുതൽ അറിവുണ്ട് ദൈവവചനത്തെപ്പറ്റി. എനിക്ക് വേണ്ടി വെളിപ്പാടാണ്. എനിക്കെങ്ങനെ മനസ്സിലാകും ഞാൻ ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുകയാണോ, കാണാതെ പഠിക്കുകയാണോ, അതോ എനിക്ക് വെളിപ്പാട് കിട്ടുന്നുണ്ടോ? നിങ്ങൾ ദൈവവചനം കാണാതെ പഠിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതം മാറുകയില്ല. വെളിപ്പാട് നിങ്ങളുടെ ജീവിതം മാറ്റും. ദൈവവചനത്തെപ്പറ്റി എനിക്ക് കിട്ടുന്ന വെളിപ്പാട്. നമുക്ക് ലൂക്കോസ് 14 മടങ്ങി വരാം. എൻ്റെ ജീവിതത്തിൽ ആത്മീയ വളർച്ച ഉണ്ടാകണമെങ്കിൽ എൻ്റെ അടിസ്ഥാനം ശരിയായിരിക്കണം. അടിസ്ഥാനമെന്ന് പറഞ്ഞാൽ ലൂക്കോസ് 14:26. ഇത് എത്ര പ്രാവശ്യം പറയാൻ എനിക്ക് മടിയില്ല. പകയ്ക്കുക എന്ന പദമാണ് യേശു പറഞ്ഞത്. ആരെയൊക്കെ? അപ്പനെയും അമ്മയും ഭാര്യയും മക്കളെയും സഹോദരി സഹോദരന്മാരെയും തൻ്റെ സ്വന്തം ജീവനെ കൂടെ. ഞാൻ ചിന്തിച്ച് മറ്റു വാക്യങ്ങളുമായി ചേർത്ത് വായിക്കുമ്പോൾ, കർത്താവ് നിങ്ങളെ സ്നേഹിച്ച പോലെ തന്നെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കാനാണ് അവിടെ പറയുന്നത്. ഇത് തമ്മിൽ എന്തെങ്കിലും വൈരുദ്ധ്യമുണ്ടോ? ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇതിൻ്റെ അർത്ഥം ക്രിസ്തുവിനോടുള്ള എൻ്റെ സ്നേഹത്തെ മറ്റുള്ളവരോടുള്ള സ്നേഹവുമായി തട്ടിച്ചു നോക്കുമ്പോൾ അത് വളരെ വളരെ കുറഞ്ഞ അളവിലായിരിക്കണം. അതേതാണ്ട് ഇതുപോലാണ്, ശക്തമായ വെളിച്ചവും മങ്ങിയ വെളിച്ചം പോലെ. ഇത് കാണിക്കാനായിട്ട് ഞാൻ സാധാരണ പറയുന്ന ഉദാഹരണമുണ്ട്. ക്രിസ്തുവിനോടുള്ള നമ്മുടെ സ്നേഹം പകൽ സമയത്തെ സൂര്യൻ്റെ വെളിച്ചം പോലെ ആയിരിക്കണം. രാത്രിയിൽ നിങ്ങൾക്ക് നക്ഷത്രങ്ങളെ കാണാം. നക്ഷത്രങ്ങൾക്കും വെളിച്ചമുണ്ട്. ഇതുപോലെ ആയിരിക്കണം നമ്മുടെ മാതാപിതാക്കളോടും ഭാര്യയോടും മക്കളോടും ഒക്കെ ഉള്ള സ്നേഹം. ഈ നക്ഷത്രങ്ങളെ പോലെ അവരുടെ സ്നേഹം ഉണ്ടായിരിക്കണം. ആ വെളിച്ചം നക്ഷത്രങ്ങളുടെ വെളിച്ചം പോലെ ആയിരിക്കണം. വളരെ വെളിച്ചം, പൂർണ്ണ ഹൃദയത്തോടുള്ള സ്നേഹം. എന്നാൽ രാവിലെ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ ഒരു നക്ഷത്രത്തെ പോലും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. എല്ലാ നക്ഷത്രവും അപ്രത്യക്ഷമാവും. അത് അവിടെ തന്നെ ഉണ്ട്. എന്നാൽ സൂര്യൻ്റെ വെളിച്ചത്തിൽ അത് നിങ്ങൾക്ക് കാണാൻ കഴിയുകയില്ല. അതാണ് ഈ വാക്യത്തിൻ്റെ അർത്ഥം. ആ നക്ഷത്രത്തിൻ്റെ വെളിച്ചം മങ്ങിപ്പോയി. ഇതുപോലെ തന്നെയാണ് നിങ്ങളുടെ ബന്ധുക്കളോടുള്ള സ്നേഹം ഒരു പക പോലാകുന്നു. നിങ്ങളവരെ പായിക്കുന്നില്ല. എന്നാൽ ക്രിസ്തുവിനോടുള്ള സ്നേഹം അത്ര പ്രകാശമായതുകൊണ്ട് മറ്റ് സ്നേഹങ്ങളൊക്കെ ഏതാണ്ട് അപ്രത്യക്ഷമാകും. ഇപ്രകാരം ഒരു സ്നേഹം നിങ്ങൾക്കുണ്ടെങ്കിൽ ഞാൻ ക്രിസ്തുവിൻ്റെ നാമത്തെ നിങ്ങളോട് പറയാം, ഞാനത് എൻ്റെ ജീവിതത്തിൽ തെളിയിച്ചിട്ടുണ്ട്. നിങ്ങളവരെ കൂടുതൽ സ്നേഹിക്കും. ഇപ്പം നിങ്ങളുടെ ഭാര്യയെ നിങ്ങൾ സ്നേഹിക്കുന്നതിൽ വളരെയധികം നിങ്ങൾ സ്നേഹിക്കും. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ കൂടുതൽ സ്നേഹിക്കും. നിങ്ങൾ മറ്റുള്ളവരെയും കൂടുതൽ സ്നേഹിക്കും. നിങ്ങൾ ഒന്നാമത് ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവനാണെങ്കിൽ. ക്രിസ്തുവിനെ സ്നേഹിക്കാതെ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ ആരാണ് സ്നേഹിക്കുന്നത്? ചില വർഷം കഴിയുമ്പോൾ നിങ്ങളവരെ വെറുക്കും. തങ്ങളുടെ ബന്ധുക്കളോട് പോരടിക്കുന്ന അനേകരുണ്ട്. അവർക്കെതിരെ കേസ് കൊടുക്കുന്നവർ, ക്രിസ്ത്യാനികൾ പോലും. അതുകൊണ്ട് ശിഷ്യത്വത്തിൻ്റെ ഒന്നാമത്തെ വ്യവസ്ഥ
ഈ ഭൂമിയിലുള്ള ആരേക്കാൾ കൂടുതൽ ഞാൻ ക്രിസ്തുവിനെ സ്നേഹിക്കണം, എൻ്റെ ഭാര്യയെക്കാളും അധികം. എൻ്റെ ഭാര്യയും ക്രിസ്തുവും ആരെ തിരഞ്ഞെടുക്കും എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയം ഉണ്ടാകരുത്. ആത്മീയ പുരോഗതിയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. തുടർമാനമായിട്ട് എൻ്റെ വിവാഹത്തിന് മുമ്പ് ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, നിനക്കെൻ്റെ ജീവിതത്തിൽ നിന്ന് 2ാം സ്ഥാനമായിരിക്കും, നിൻ്റെ ജീവിതത്തിൽ എനിക്ക് 2ാം സ്ഥാനം മതി, എങ്കിൽ നമുക്ക് മനോഹരമായൊരു ജീവിതം ഉണ്ടാവും. മനോഹരമായൊരു ജീവിതമായിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്നത്. കാരണം ഞങ്ങൾ തമ്മിൽ 2ാം സ്ഥാനമാണ് കൊടുത്തത്. ക്രിസ്തു ആയിരുന്നു ഒന്നാമത്. മറ്റൊരു വാക്കിൽ യേശു എന്നോട് ഒരു കാര്യം ചെയ്യാൻ പറയുന്നു. എൻ്റെ ഭാര്യയ്ക്ക് അത് ഇഷ്ടമല്ലെങ്കിലും യേശു പറഞ്ഞത് തന്നെ ഞാൻ ചെയ്യും. നിനക്കും ഇതേ മനോഭാവമായിരിക്കണം. അതിൻ്റെ ഫലം ഇതാണ്. ഞങ്ങൾക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം ഉണ്ടായി. 55 കൊല്ലത്തെ കുടുംബജീവിതം ഭൂമിയിലെ ഒരു സ്വർഗമായിരുന്നു. കാരണം ഞങ്ങൾ ക്രിസ്തുവിന് ജീവിതത്തിൽ 1ാം സ്ഥാനം കൊടുത്തു. തമ്മിൽ 2ാം സ്ഥാനവും. എൻ്റെ മാതാപിതാക്കൾക്ക് 2ാം സ്ഥാനമായിരുന്നു. മറ്റ് എല്ലാ ബന്ധുക്കളും 2ാം സ്ഥാനമായിരുന്നു. ക്രിസ്തു ആയിരുന്നു ഒന്നാമത്. മക്കൾ 2ാം സ്ഥാനം. എൻ്റെ മക്കളെ പ്രസാദിപ്പിക്കാനായിട്ട് ക്രിസ്തുവിന് അവമാനം വരുത്തുന്ന ഒരു കാര്യത്തിന് ഞാൻ തയ്യാറല്ലായിരുന്നു. കുഞ്ഞുങ്ങൾ എന്നോട് പിണങ്ങുമെന്നുള്ളതല്ല എൻ്റെ വിഷയം. ക്രിസ്തുവിന് അവമാനം വരുത്തുന്ന ഒരു കാര്യം ചെയ്ത് ഞാൻ അവരെ സന്തോഷിപ്പിക്കില്ല. ഒരിക്കലുമില്ല. അങ്ങനെ ഒരു ചോദ്യമേ ഇല്ല. അതുകൊണ്ട് ഈ അടിസ്ഥാനം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇടുന്നില്ലെങ്കിൽ, എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ഒരിക്കലും ആത്മീയ പുരോഗതി പ്രാപിക്കില്ല. ഇതായിരിക്കും അതിന് കാരണം. നിങ്ങളിൽ ചിലരുടെ തുടക്കം ഇതായിരിക്കും. എന്നാൽ കാലം കഴിഞ്ഞപ്പോൾ നിങ്ങൾ പൊത്തരുത്തപ്പെട്ടു. നിങ്ങൾ ആ അടിസ്ഥാനത്തിൽ ശക്തമായി നിലനിന്നില്ല. ഇതിൻ്റെ മറ്റൊരു കാര്യം, ശിഷ്യത്വത്തിൻ്റെ 2ാമത്തെ വ്യവസ്ഥ ലൂക്കോസ് 14:27 ഇത് എത്ര പ്രാവശ്യം പറയാനും എനിക്ക് വേണ്ടിയില്ല. നാം ഇത് തുടർമാനം പ്രസംഗിക്കണമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് യേശുവിൻ്റെ പിന്നാലെ വരാത്തവൻ. യേശുവിൻ്റെ ക്രൂശല്ല നാം വായിക്കേണ്ടത്. അല്ല, ശിമയോനെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട്. യേശു ഇടറി വീണപ്പം അവൻ യേശുവിൻ്റെ ക്രൂശ് എടുത്ത് അവൻ്റെ പിന്നാലെ ചെന്നു. ആ കാൽവറിയിലേക്കുള്ള വഴി. നിങ്ങൾ യേശുവിൻ്റെ ക്രൂശ് എടുക്കേണ്ട, അവൻ തൻ്റെ ക്രൂശ് ചുമന്നു. നിങ്ങൾ നിങ്ങളുടെ ക്രൂശ് ചുമക്കണം. ഇവിടെ വായിക്കുന്ന തൻ്റെ ക്രൂശ് ചുമന്ന് തൻ്റെ പിന്നാലെ വരാത്തവൻ തൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയില്ല. എൻ്റെ ക്രൂശ് ചുമക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? എന്നേക്കുമായിട്ട് ഒരിക്കലായിട്ട് ക്രൂശിക്കപ്പെടുക എന്നല്ല. യേശു ഒരിക്കലായിട്ട് ക്രൂശിക്കപ്പെട്ടു, തൻ്റെ ജീവിതത്തിൻ്റെ അവസാനം. എന്നാൽ അവൻ ലൂക്കോസ് 9:23 തൻ്റെ ക്രൂശ് എടുത്ത് തന്നെ അനുഗമിക്കട്ടെ എന്ന് പറഞ്ഞപ്പം അതിനർത്ഥം അവൻ എല്ലാ ദിവസവും ഒരു ക്രൂശ് വഹിച്ചു എന്നാണ്. നിങ്ങളത് മനസ്സിലാക്കിയിട്ടുണ്ടോ? എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇത് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. യേശു താൻ ജീവിച്ച 33.5 വയസ്സ് മുഴുവനും എല്ലാ ദിവസവും അവനൊരു ക്രൂശ് വഹിച്ചിരുന്നു. ആർക്കും കാണാൻ കഴിയാത്ത ഒരാന്തരിക ക്രൂശ്. മിക്ക ക്രിസ്ത്യാനികൾക്കും അതേപ്പറ്റി ഒന്നും അറിയില്ല. നമുക്ക് ലൂക്കോസ് 9:23 പോകാം. ഞാനത് വ്യക്തമായിട്ട് നിങ്ങളെ കാണിക്കാം. യേശു ഇവിടെ പറയുന്നത്, എന്നെ അനുഗമിപ്പാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ, ലൂക്കോസ് 14:27 പറയുന്ന പോലെ. എന്നാൽ ഇവിടെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. എന്നെ അനുഗമിപ്പാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിച്ച് നാൾ തോറും തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ഇവിടെ 2 പദങ്ങൾ കൂടി കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അത് ലൂക്കോസ് 14 നാം കാണുന്നില്ല. തന്നെത്താൻ നിഷേധിക്കുക, ഞാൻ എന്നോട് തന്നെ ഇല്ല എന്ന് പറയുക, എന്നിട്ട് അതേ എന്ന് കർത്താവിനോട് പറയുക. അങ്ങനെ എല്ലാ ദിവസവും എൻ്റെ ക്രൂശെടുത്ത് അവനെ അനുഗമിക്കണം. ഇതാണ് ആത്മീയ വളർച്ചയുടെ പാത. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ദിവസവും, ഒരു ദിവസം രാവിലെ ഞാൻ ഉണരുന്നു, ആ ദിവസം മുഴുവനും സ്വയത്തോടില്ല എന്നും യേശുവിനോട് ശരിയെന്നും പറയണം. എല്ലാ സാഹചര്യത്തിലും എന്നോട് തന്നെ ഇല്ല എന്നും ശരിയെന്ന് കർത്താവിനോടും. അതൊരു പക്ഷേ ഒരു കള്ളം പറയാനുള്ള പരീക്ഷയാകാം. വളരെ വ്യക്തമായിട്ട് ഇല്ല. ആ കള്ളം പറയുന്നതിലൂടെ എനിക്ക് കിട്ടുന്ന എന്ത് ലാഭമായിരുന്നാലും, ഒരുപക്ഷെ അവിടെ സത്യം പറഞ്ഞുകൊണ്ട് എൻ്റെ ജോലി എനിക്ക് നഷ്ടപ്പെടാം. പ്രശ്നമില്ല, എങ്കിലും ഞാൻ സത്യമേ പറയൂ. എന്നെ പരിപാലിക്കാനായിട്ട് ദൈവത്തിന് കഴിയും. എൻ്റെ തീരുമാനം ഇതായിരിക്കണം, ഞാൻ കള്ളം പറയില്ല. കാരണം അവിടെ ഞാൻ എന്നെ നിഷേധിക്കില്ല, എൻ്റെ സ്വന്തം ഇഷ്ടം ചെയ്യുകയാണ്. ക്രൂശ് എടുക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ലാഭമാകും എന്ന് ഞാൻ ചിന്തിക്കുന്ന വിട്ടുകളയുന്നതാണ്. ഞാൻ പറയേണ്ട ഇതാണ്, കർത്താവേ, അങ്ങനെയാണ് ഞാൻ പ്രസാദിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് എന്നെ തന്നെ പ്രസാദിക്കേണ്ട. നമ്മുടെ ബന്ധങ്ങളിൽ, പ്രത്യേകിച്ച് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധത്തിൽ
രണ്ട് സ്ഥലങ്ങളിലാണ് നമ്മുടെ ജീവിതത്തിൻ്റെ മിക്കവാറും സമയം നാം ചെലവഴിക്കുന്നത്. ഒന്ന് നമ്മുടെ വീട്ടിൽ, മറ്റേത് ജോലി ചെയ്യുന്ന സ്ഥലം. സഭയിലല്ല. അതുകൊണ്ട് സഭയിലുള്ള ആളുകളുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ അവിടെയുള്ളവരുമായിട്ട് നിങ്ങൾക്കൊരു നല്ല ബന്ധം കാണും. നല്ലത് എന്നാൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, അതിൽ ഉയർന്ന ഒരു കാര്യം, നിങ്ങളുടെ ഭാര്യയോടും ഭർത്താവിനോടുമുള്ള നിങ്ങളുടെ ബന്ധം എങ്ങനെ? നിങ്ങൾ സമാധാനത്തിലാണോ വസിക്കുന്നത്? നിങ്ങൾ നിരന്തരമായിട്ട് നിങ്ങളെ തന്നെ നിഷേധിക്കുന്നുണ്ടോ? നിങ്ങൾ തമ്മിലുള്ള ആ ബന്ധത്തിൽ നിങ്ങൾ കർത്താവിൻ്റെ ഇഷ്ടമാണോ ചെയ്യുന്നത്? മറ്റൊരു തരത്തിൽ ഞാനത് പറയാം. നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം നിങ്ങളുടെ ഭാര്യയ്ക്ക് മനസ്സിലായില്ല. അത് നിങ്ങളുടെ പങ്കാളിയെ ബുദ്ധിമുട്ടിച്ചു. വിവാഹ ജീവിതത്തിൽ സാധാരണ സംഭവിക്കുന്നതാണ്. എന്നാൽ ഭർത്താവ് അവനൊരു ക്രിസ്തുവിൻ്റെ ശിഷ്യനാണെങ്കിൽ എന്തു ചെയ്യണം? അവൻ സ്വയത്തിന് മരിക്കണം. അതാണ് ക്രൂശ് എടുക്കുക എന്ന് പറഞ്ഞാൽ. ദിനം പ്രതി അവനത് ചെയ്യണം. കർത്താവെ, ഈ സാഹചര്യത്തിൽ ഞാൻ മരിക്കുന്നു. എങ്ങനെയാണ് ഈ സാഹചര്യത്തിൽ ഒരു മനുഷ്യൻ പ്രതികരിക്കുന്നത്? നിന്റെ പങ്കാളി നിന്നോട് കോപിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നീ മരിച്ചവനാണെങ്കിൽ നിനക്ക് തിരിച്ച് പ്രതികരിക്കാൻ കഴിയുമോ? നിങ്ങൾ മരിച്ചോന്ന് അവിടെ അറിയാം. ഞാൻ നിങ്ങളുടെ മുഖത്ത് നോക്കി എൻ്റെ പ്രിയ സഹോദരന്മാരെ ഞാൻ ചോദിക്കട്ടെ. ഒരുപക്ഷെ നീ പറയുന്ന ഈ ക്രൂശിൻ്റെ വഴിയൊക്കെ എനിക്കറിയാമെന്നായിരിക്കാം. ഞാൻ ലളിതമായ ഒരു ചോദ്യം ചോദിക്കട്ടെ. നിന്റെ ഭാര്യയോ ഭർത്താവോ നിന്നോട് കോപിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് ഒരു മരിച്ച മനുഷ്യനെ പോലാണോ നീ പ്രതികരിക്കുന്നത്? നീ ക്രൂശ് എടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അവിടെ നിനക്ക് പെട്ടെന്ന് മനസ്സിലാവും. അല്ലെങ്കിൽ ക്രൂശിൻ്റെ വഴിയെക്കുറിച്ചൊക്കെ എനിക്കറിയാം എന്ന് പറഞ്ഞാൽ നിനക്കത് മനസ്സിലായിട്ടില്ല. നിനക്കത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് നീ ഒരു മരിച്ചവനെ പോലെ ആയിരിക്കും. എന്നു മാത്രമല്ല, നീ ഒരു ഉയർത്തവനെ പോലെ പ്രതികരിക്കും. ക്രിസ്തുവിൽ ഉയർത്തെഴുന്നേറ്റവനെ പോലെ. ഒരു പക്ഷേ നിനക്കവിടെ മിണ്ടാതിരിക്കാം. നിന്റെ ഉള്ളിലുള്ള കോപം അടക്കി വെച്ചുകൊണ്ടായിരിക്കാം നീ മിണ്ടാതിരിക്കുന്നത്. എന്നാൽ അവരെ ആശ്വസിപ്പിക്കുന്ന ഒരു വാക്ക് നിനക്ക് പറയാൻ കഴിയുമോ? ഒരു നല്ല വാക്ക്. യേശു അങ്ങനെ ആയിരുന്നു. അതാണ് വളരെയധികം പ്രയാസമുള്ള കാര്യം. നിന്റെ പങ്കാളി വളരെയധികം കോപത്തോടെ നിൽക്കുകയാണ്. നീ ഒന്നും മിണ്ടുന്നേ ഇല്ല. എന്നിട്ട് നീ നിന്റെ തന്നെ തോളിൽ തട്ടി നിന്നോട് തന്നെ പറയുകയാണോ, എൻ്റെ ഈ പങ്കാളിയേക്കാൾ ഞാൻ അത്ര ആത്മീയനാണ്, ഞാൻ അത്ര നല്ലവനാണ്? സത്യത്തിൽ നീ അങ്ങനാണോ? നിനക്കുള്ളത് പിടിവാശിയല്ലേ? നീ ഉയർത്തെഴുന്നേൽക്കേണ്ട ആവശ്യമുണ്ട്. ക്രിസ്തു നിന്നിൽ ജീവിക്കണം. അപ്പം നിനക്ക് സദൃശവാക്യത്തിൽ നാം വായിക്കുന്ന പോലെ നമ്മൾ പറയുന്ന മൃദുവായ ഒരു ഉത്തരം കോപത്തെ ശമിപ്പിക്കുന്നു. നിങ്ങളത് അനുഭവിച്ചിട്ടുണ്ടോ? ഞാൻ സ്കൂട്ടർ ഓടിക്കുന്ന ചില സമയത്ത് എനിക്കിത് മനസ്സിലായിട്ടുണ്ട്. ചിലപ്പം മറ്റൊരാളുടെ സ്കൂട്ടറും എൻ്റെ സ്കൂട്ടറും തമ്മിലൊരു അപകടം ഉണ്ടാകുമ്പോൾ ഇന്ത്യയിൽ പലപ്പോഴും സംഭവിക്കുന്നത് ഇങ്ങനെയാണ്. മറ്റേയാടെ തെറ്റാണെന്ന് നിങ്ങൾക്ക് തെളിയിക്കണമെങ്കിൽ നിങ്ങൾ ഉച്ചത്തിൽ ബഹളം ഉണ്ടാക്കണം. ആരെ ഇടിച്ചു എന്നുള്ളതല്ല, ആരാണ് കൂടുതൽ ശബ്ദം ഉണ്ടാക്കുന്നത്. ഞാനിത് കണ്ടിട്ടുണ്ട്. ഞാൻ തീരുമാനിച്ചു ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അവനായിരിക്കും എന്നെ വന്നിടിച്ചത്. ഞാൻ എന്ത് ചെയ്യുമെന്നറിയാമോ? ഞാൻ എൻ്റെ സ്കൂട്ടർ നിർത്തും. എനിക്കറിയാം അവൻ ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് അവൻ്റെ വായ തുറക്കുന്നതിന് മുമ്പ് ഞാൻ പറയും ക്ഷമിക്കണം, അവൻ വന്ന് എന്നെ ഇടിച്ചതാണ്. ഞാൻ പറയും ക്ഷമിക്കണം സാറേ. അവൻ പുഞ്ചിരിക്കും. എന്നിട്ട് പറയും, ഓ അത് കുഴപ്പമില്ല, എന്നെയാണ് അവൻ ഇടിച്ചത്. എങ്കിലും കരുണയോടെ അവൻ ക്ഷമിക്കും. സഹോദര, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ പോകും. നിന്റെ സ്വസ്ഥത പോകില്ല. ഇന്ത്യയിൽ റോഡിൽ ഞാൻ ചിലപ്പം കാണാറുള്ളത്, അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുകയാണ്. കുറച്ച് സമയം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരുമ്പോഴും അവരവിടെ തന്നെ കാണും. ഒരിക്കലും എനിക്ക് അങ്ങനെ ചെയ്യേണ്ട. എന്നാൽ ഈ റോഡിൽ മാത്രമാണോ നമ്മൾ ക്രൂശ് വഹിക്കേണ്ടത്? എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ സമയത്തും ഞാൻ ഈ ക്രൂശ് വഹിക്കണം. ആരംഭത്തിൽ ഇത് വളരെ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ആദ്യമായിട്ട് ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ, ഉദാഹരണത്തിന് നിങ്ങളൊരു ജിമ്മിൽ പോകാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ എല്ലാ ദിവസവും നടക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ശരിയാണ്, ആരംഭത്തിൽ എല്ലാ ദിവസവും ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ നിങ്ങളത് ചെയ്തുകൊണ്ടേ ഇരുന്നാൽ നിങ്ങൾക്കത് ബുദ്ധിമുട്ടില്ലാത്തതാവും. ഏത് കാര്യവും കുറേ നാളുകൾ കഴിയുമ്പോൾ അത് ബുദ്ധിമുട്ടില്ലാത്തതാവും. നമ്മുടെ കുഞ്ഞുങ്ങൾ നഴ്സറി ക്ലാസ്സിൽ പോകുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണോ അവിടെ പോകുന്നത്? എൻ്റെ മക്കളിൽ ആർക്കും നഴ്സറി പോകാൻ താല്പര്യമുള്ളവരായിരുന്നില്ല, ഒരാൾക്ക് പോലും. അവർ കരയുകയും നിലവിളിക്കുകയൊക്കെ ചെയ്യും. വേണ്ട ഇന്ന് എനിക്ക് സ്കൂളിൽ പോകണ്ട. എന്നാൽ ഞാനെന്ത് ചെയ്യും? ഞാൻ നിർബന്ധിച്ച് അവരെ എടുത്ത് അവർ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരെ കൊണ്ട് സ്കൂളിലാക്കും. എന്നിട്ട് മടങ്ങി വീട്ടിൽ വരും. വൈകിട്ട് കൂട്ടിക്കൊണ്ട് വരും. പിറ്റേ ദിവസം അവർ കരഞ്ഞ് നിലവിളിക്കും. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്കത് ഇഷ്ടമായി. ഇതും അങ്ങനെ തന്നെയാണ്. നിങ്ങൾ തുടർമാനം അത് ചെയ്തുകൊണ്ടേ ഇരുന്നാൽ കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഫലം നിങ്ങളെ കാണും. ഞാൻ എൻ്റെ സ്വയത്തിൽ മരിക്കും എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് നിർബന്ധം ഉണ്ടാകണം. ഞാൻ പരിശുദ്ധാത്മാവിനോട് ചോദിക്കേണ്ടത്, കർത്താവെ, എന്നെ ഉയർപ്പിച്ച് അങ്ങയുടെ ജീവൻ എന്നിൽ കൂടെ പ്രതിഫലിപ്പിക്കണേ. അതാണ് ശിഷ്യത്വത്തിൻ്റെ രണ്ടാമത്തെ വ്യവസ്ഥ. ശിഷ്യത്വത്തിൻ്റെ മൂന്നാമത്തെ വ്യവസ്ഥ ലൂക്കോസ് 14 നമ്മൾ കാണുന്നത്. ലൂക്കോസ് 14:33. അങ്ങനെ തന്നെ നിങ്ങളിൽ ആരെങ്കിലും തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിയുന്നില്ല എങ്കിൽ എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. 10% വിട്ടുപിരിയേണ്ടത്. അത് പഴയ നിയമത്തിലെ ഒരു കൽപ്പനയാണ്. ഇപ്പോഴും ദശാംശം കൊടുക്കുന്നവരോട് എനിക്കൊരു വിരോധമില്ല. എനിക്ക് പറയാൻ ഇത്രയേ ഉള്ളൂ, നീ പഴയ നിയമത്തിൽ ജീവിക്കുന്ന നല്ലൊരു യഹൂദനാണ്.
നീ ദശാംശം കൊടുക്കുന്ന ഒരാളാണെങ്കിൽ. ഒരു നല്ല പഴയ നിയമ ഭക്തൻ. കാരണം പഴയ നിയമത്തിൽ പലരും ദശാംശം കൊടുക്കാറില്ലായിരുന്നു. എന്നാൽ പുതിയ നിയമം പറയുന്നത് എനിക്കുള്ളതെല്ലാം ദൈവത്തിൻ്റെതാണെന്നാണ്. നിന്റെ സമ്പത്തെല്ലാം കൊണ്ടുപോയി സഭയിൽ കൊടുക്കണമെന്നല്ല ഞാൻ പറയുന്നു. അല്ല, വളരെ അപൂർവമായിട്ടുള്ള ചില സാഹചര്യത്തിൽ തനിക്കുള്ളതൊക്കെയും ദൈവത്തിന് കൊടുക്കാനായിട്ട് ദൈവം ചിലരോട് ആവശ്യപ്പെട്ടെന്ന് വരാം. അങ്ങനെയുള്ള ചില സംഭവങ്ങൾ നമുക്ക് ദൈവവചനത്തിൽ കാണാൻ കഴിയും. ചില മിഷണറിമാരോട് ദൈവം അങ്ങനെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കർത്താവ് എന്നോട് ഒരിക്കൽ അങ്ങനെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നേവിയിൽ നിന്ന് രാജിവെച്ചപ്പോൾ 1966 ഞാൻ ജോലി ചെയ്ത് സമ്പാദിച്ച മുഴുവൻ പണവും ദൈവവേലയ്ക്ക് കൊടുക്കാൻ ഞാൻ അങ്ങനെ ചെയ്യുകയും ചെയ്തു. എൻ്റെ ബാങ്കിലുണ്ടായിരുന്നതല്ല. എന്നാൽ അങ്ങനെ ചെയ്യാൻ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. കാരണം ദൈവവചനത്തിൽ ഒരു വ്യക്തിയോട് മാത്രമേ ദൈവം തനിക്കുള്ളതൊക്കെയും വിറ്റിട്ട് തൻ്റെ പിന്നാലെ വരുവാൻ ആവശ്യപ്പെട്ടുള്ളൂ. ഒരാളോട് മാത്രം. യേശു അവനോട് കൽപ്പിക്കുകയായിരുന്നു. എന്നാൽ അവനതിന് തയ്യാറായില്ല. മർക്കോസ് 10 നമുക്കത് കാണാം. സക്കായി തൻ്റെ സമ്പത്തിൻ്റെ പകുതിയെ കൊടുത്തുള്ളൂ. യേശു അത് അംഗീകരിച്ചു. മാർത്തയും മറിയയും ലാസറും അവരെന്താ കൊടുത്തതെന്ന് എനിക്കറിയില്ല. അതിന് യേശു അവരോട് ആവശ്യപ്പെട്ടുമില്ല. അതുകൊണ്ട് 10% എന്ന കൽപ്പനയ്ക്ക് കീഴിലല്ല നാം ജീവിക്കുന്നത്. നമ്മൾ പറയേണ്ടത്, കർത്താവ് എനിക്കുള്ളതെല്ലാം അങ്ങയുടേതാണ്. ഒരു ഭാര്യയും ഭർത്താവും എന്നതുപോലെ യേശു എൻ്റെ പങ്കാളിയാണ്. യേശുവുമായിട്ട് എനിക്കൊരു ജോയിൻ്റ് അക്കൗണ്ടാണ്. എനിക്ക് യേശുവുമായിട്ടൊരു ജോയിൻ്റ് അക്കൗണ്ടാണ്. അതാണ് ഏറ്റവും നല്ല ഉദാഹരണം. അതിൽ നിന്ന് എനിക്ക് പണം പിൻവലിക്കാം, അതുപോലെ അവനും പിൻവലിക്കാം. ജോയിൻ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അതാണ്. അതെൻ്റേതല്ല, നമ്മുടേതാണ്. എൻ്റെ പ്രിയ സഹോദരീസന്മാരെ, ഞാൻ നിങ്ങളോടെല്ലാവരോടും ചോദിക്കട്ടെ, നിങ്ങൾക്ക് യേശുവിൻ്റെ ഒരു ശിഷ്യനാകണോ? ആത്മീയ അഭിവൃദ്ധി നിങ്ങൾക്ക് പ്രാപിക്കണോ? നിങ്ങൾക്ക് പറയാൻ കഴിയുമോ നിങ്ങളുടെ പണം യേശുവുമായിട്ടുള്ള ജോയിൻ്റ് അക്കൗണ്ടിലാണെന്ന്? അങ്ങനെയാണെങ്കിൽ അവന് നിൻ്റെ പണത്തിലും നിങ്ങളുടെ സമ്പാദ്യങ്ങളിലും ഒക്കെ നിങ്ങൾക്കുള്ളതുപോലെ അവനും അവകാശമുണ്ടായിരിക്കും. എല്ലാ സമയങ്ങളിലും എനിക്ക് അങ്ങനെ ആയിരിക്കണം. ഇതിൽ ഞാൻ എന്നെ തന്നെ പരിശോധിച്ചുകൊണ്ടിരിക്കും. ചിലപ്പം നമുക്ക് പിന്മാറ്റം ഉണ്ടാകാം. അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ ശോധന ചെയ്യും. എൻ്റെ സമ്പാദ്യത്തിൻ്റെ അക്കൗണ്ട് അതെപ്പോഴും യേശുവുമായിട്ടുള്ള ജോയിൻ്റ് അക്കൗണ്ടിലാണെന്നും ഇതിൽ നിന്ന് എന്തുപയോഗിക്കാനും അങ്ങേക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടെന്നും. എൻ്റെ പ്രമാണം 10% എൻ്റെ വിവാഹബന്ധം 10% 100%. പഴയ നിയമത്തിൽ ഈ കാര്യം അവർക്കൊരിക്കലും മനസ്സിലായിരുന്നില്ല. പുതിയ നിയമത്തിലെ ഒരു വാക്യത്തിലും ദൈവത്തിന് കൊടുക്കേണ്ടത് 10% നാം വായിക്കുന്നില്ല. യേശു നമ്മളോട് ആവശ്യപ്പെടുന്നത് 100%. ഇവിടെ നാം വായിക്കുന്നത് നിങ്ങൾക്കുള്ളതൊക്കെയും എന്നാണ്. ഉദാഹരണത്തിന്, നിങ്ങൾക്കുള്ളതും നിങ്ങൾ കൈവശപ്പെടുത്തിയിരിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാനത് വിശദീകരിക്കാം. ഈ പേന എൻ്റെ കയ്യിലാണ്. ഞാനത് മുറുകെ പിടിക്കുമ്പോൾ അത് എൻ്റേതാണ്. ഞാനത് തുറന്നു പിടിക്കുമ്പോൾ അത് എൻ്റെ കയ്യിൽ തന്നെയാണ്. എന്നാൽ ഞാനത് കൈവശപ്പെടുത്തുന്നില്ല. അതുപോലെ പണമോ വസ്തുവോ എന്ന് കൈവശപ്പെടുത്താം. അതുപോലെ അത് നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. നിങ്ങളുടെ വീട് നിങ്ങളുടെ പേരിലാണ്, യേശുവിൻ്റെ പേരിലല്ല. എന്നാൽ നിങ്ങളത് കൈവശപ്പെടുത്തിയാൽ, ഇതെൻ്റേതാണ്, ഇത് എൻ്റെ അവകാശമാണ്. കർത്താവിന് അത് ഉപയോഗിക്കാൻ കഴിയില്ല. അവൻ്റെ ജനത്തിനും അത് ഉപയോഗിക്കാൻ കഴിയില്ല. ഇല്ല. കർത്താവ് ഈ ഭവനം അങ്ങയുടേതാണ്, അങ്ങയുടെ ഇഷ്ടം പോലെ ഉപയോഗിക്കാം. അങ്ങനെയാണ് CFC തുടങ്ങിയത്. ഏതാണ്ട് 48 കൊല്ലം മുമ്പ് ഞങ്ങളുടെ ഭവനത്തിൽ പല അസൗകര്യങ്ങളുണ്ട്. അന്ന് ആഴ്ചയിൽ 4 മീറ്റിംഗ് ഉണ്ട്. ആ കാലത്ത് ഇത് ഞങ്ങളുടെ വീട്ടിലാണ് നടക്കുന്നത്. വീട്ടിൽ കൊച്ചു കുഞ്ഞുങ്ങളുണ്ട്. ഇളയാൾക്ക് 6 മാസം പ്രായമാണ്. അന്ന് ഞങ്ങൾക്ക് 3 മക്കളാണ് ഉണ്ടായിരുന്നത്. ഏറ്റവും ഇളയാൾ അന്ന് ജനിച്ചിട്ടില്ല. ഞങ്ങളുടെ ഭവനം അന്ന് ഞങ്ങൾ കൂട്ടായ്മയ്ക്കായിട്ട് തുറന്നു കൊടുത്തപ്പം അതിനെ ഒരു ത്യാഗമായിട്ട് ഞങ്ങൾ കണ്ടില്ല. ഏതാണ്ട് 6 വർഷം അവിടെയാണ് ആ കൂട്ടായ്മ നടന്നത്. തുടക്കത്തിൽ ഞങ്ങൾ 2 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കർത്താവിൻ്റെ വിളി കേട്ടാണ് ഞങ്ങൾ തുടങ്ങിയത്. ആ 6 വർഷങ്ങളായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട സമയങ്ങൾ. കർത്താവിൻ്റെ ആ അനുഗ്രഹം പഴയ നിയമത്തിൽ നാം വായിക്കുന്നുണ്ടോ? ദൈവത്തിൻ്റെ ആ പെട്ടകം അത് ഫെലിസ്തരുടെ കയ്യിലായിരുന്നു. അത് യെരുശലേമിലേക്ക് കൊണ്ടുവന്നപ്പം അവരെ ഒബേദെദോമിൻ്റെ ഭവനത്തിൽ കൊണ്ടുവച്ചു 3 മാസത്തോളം. എന്നാൽ ദൈവം ഒബേദെദോമിൻ്റെ ഭവനത്തെ അനുഗ്രഹിച്ചു. ആ പെട്ടകം അവിടെ ഇരുന്നത് കാരണം. ഞാൻ പറയട്ടെ, ആ 6 വർഷം ദൈവം ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിച്ചു. ഞങ്ങളുടെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും അത് തിരിച്ചറിയാൻ കഴിയുമായിരുന്നു. എന്നാൽ അവസാനം ബാംഗ്ലൂരിൽ ഞങ്ങൾ ഒരു പുതിയ കെട്ടിടം പണിത് സഭ അങ്ങോട്ട് മാറ്റി. ആ സമയത്ത് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ചോദിച്ചു, ഡാഡി എന്തിനാണ് സഭ അങ്ങോട്ട് മാറ്റുന്നത്? അവരിവിടെ ഈ വീട്ടിൽ കൂടുന്നതിലായിരുന്നു അവർക്ക് സന്തോഷം. പല സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ അതൊന്നും അവർക്കൊരു വിഷയമായിരുന്നില്ല. എല്ലാവരും വീട്ടിൽ കയറി ഇറങ്ങുമ്പോൾ ഞങ്ങളുടെ വീടൊക്കെ ഞങ്ങൾക്ക് എപ്പോഴും വൃത്തിയാക്കേണ്ടി വരും. അതുകൊണ്ട് ഞങ്ങൾക്ക് ആഴ്ചയിലെ 4 പ്രാവശ്യം തറയൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. എൻ്റെ സഹധർമ്മിണിയാണ് ഇതെല്ലാം ചെയ്തത്. കസേരകളൊക്കെ മടക്കി വെക്കണം. അന്ന് ഇരുമ്പ് കസേരകളായിരുന്നു. അതൊക്കെ മടക്കി അതിൻ്റെ സ്ഥാനത്ത് വെക്കണം. അങ്ങനെ ഓരോ പ്രാവശ്യവും വീട് പഴയതുപോലെയാക്കണം. ഇങ്ങനെ ആഴ്ചയിൽ 4 പ്രാവശ്യം, ബുധനാഴ്ച വൈകിട്ട്, വെള്ളിയാഴ്ച വൈകിട്ട്, ഞായറാഴ്ച രാവിലെയും വൈകിട്ടും. എന്നാൽ ആ നാളുകളായിരുന്നു ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട സമയം.
ആ അനുഗ്രഹിക്കപ്പെട്ട സമയങ്ങൾ ഞാൻ ഓർക്കുന്നു. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 3 മണി വരെ പലപ്പോഴും ഉപവാസത്തോടെയുള്ള പ്രാർത്ഥന. അന്ന് അനേകരെ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു. മനോഹരമായ ദിവസങ്ങൾ. ഞങ്ങൾ പറഞ്ഞു, കർത്താവേ, ഞങ്ങളുടെ ഭവനം ഞങ്ങളുടേതല്ല, ഞങ്ങളത് മുറുകെ പിടിക്കുന്നില്ല, ഇത് അങ്ങയുടേതാണ്. കൂട്ടത്തിൽ ഞാൻ പറയുകയാണ്, അപ്പോഴും ആ വീട് എൻ്റെ പേരിലാണ്. അത് യേശുവിൻ്റെ പേരിലേക്ക് മാറ്റിയിരുന്നില്ല, അത് അപ്പോഴും എൻ്റെ തന്നെ ആയിരുന്നു. എന്നാൽ അത് എൻ്റേതായിരിക്കുമ്പോൾ തന്നെ ഞാനത് കൈവശപ്പെടുത്തിയില്ല. എനിക്കൊരു സ്കൂട്ടറുണ്ടായിരുന്നു, അതും ഞാൻ കൈവശപ്പെടുത്തിയില്ല. ഞാൻ പറഞ്ഞു, ഇതും അങ്ങയുടേതാണ്. ആരെങ്കിലും ആ സ്കൂട്ടർ ആവശ്യപ്പെട്ടാൽ ഞാൻ കൊടുക്കുമായിരുന്നു. ഇത് അങ്ങയുടേതാണ്, എൻ്റേതായിട്ടൊന്നുമില്ല. എൻ്റെ കയ്യിലുണ്ടായിരുന്ന പണം ആരെങ്കിലും സഹായിക്കാനും എൻ്റെ യാത്രയ്ക്കുമൊക്കെ ഞാൻ ഉപയോഗിച്ചു. ഞാൻ ഓർക്കുന്നു, ഒരിക്കൽ ഞാൻ സിംഗപ്പൂരിലേക്ക് യാത്ര ചെയ്തപ്പം അവിടെ ഒരു മീറ്റിംഗ് പോകണമെന്ന് ഉള്ള ഒരു ഭാരം എൻ്റെ ഹൃദയത്തിലുണ്ടായി. വർഷങ്ങൾക്ക് മുമ്പ് ആദ്യമായിട്ട് ഞാൻ അവിടേക്ക് പോവുകയാണ്. അന്ന് എൻ്റെ കയ്യിലൊരു മൊപ്പഡ് ഉണ്ടായിരുന്നു. സിംഗപ്പൂരിലേക്കുള്ള യാത്രയ്ക്ക് വേണ്ടി ആ മൊപ്പഡ് എനിക്ക് വിൽക്കേണ്ടതായിട്ട് വന്നു. ശരി, ആ ചെറിയ സ്കൂട്ടർ എൻ്റേതല്ലെന്ന് ഞാൻ പറഞ്ഞു. അത് കർത്താവിൻ്റേതാണ്. സിംഗപ്പൂരിലേക്ക് ഞാൻ പോവുക എന്നുള്ളത് കർത്താവിൻ്റെ ആഗ്രഹമായതുകൊണ്ട് ഞാനത് സന്തോഷത്തോടെ വിറ്റു. ഇപ്പം സിംഗപ്പൂർ മനോഹരമായൊരു സഭയുണ്ട്. ചില വർഷങ്ങൾ കൊണ്ടാണ് അത് സംഭവിച്ചത്. എന്നാൽ ഞാൻ പറഞ്ഞു, കർത്താവെ, ഒന്നും എൻ്റേതല്ല. സഹോദരി സഹോദരന്മാരെ, ഞാനൊരു കാര്യം പറയട്ടെ. ഇതുവരെ നിങ്ങൾക്കതിന് കഴിഞ്ഞില്ലെങ്കിൽ ഇന്ന് ആരംഭിക്കുക. നിങ്ങളുടെ പ്രായം എത്ര തന്നെ ആയിക്കോട്ടെ. പറയുക, കർത്താവെ, എൻ്റെ കയ്യിൽ പല കാര്യങ്ങളുമുണ്ട്, അത് ഞാൻ എൻ്റെ സ്വന്തമെന്ന് കരുതുന്നില്ല. അതെൻ്റെ കയ്യിലുണ്ട്. നിങ്ങളൊന്നും യേശുവിൻ്റെ പേരിൽ എഴുതി കൊടുക്കണ്ട. നിങ്ങൾ സഭയ്ക്ക് 10%, 1% ഒന്നും കൊടുക്കുന്ന കാര്യത്തെ പറ്റിയല്ല ഞാൻ പറയുന്നു. ഞാൻ ഇത്രേ പറയുന്നുള്ളൂ, നിങ്ങളത് കൈവശമാക്കരുത്. പറയുക, കർത്താവ്, ഇതെല്ലാം അങ്ങയുടേതാണ്. ഞാൻ എന്ത് ചെയ്യണമെന്ന് അങ്ങ് പറയുക, ഞാൻ അങ്ങനെ ചെയ്യാം. അത് നിങ്ങളെ പുതിയൊരാളാക്കും. എന്തുകൊണ്ടാണിത് പറയുന്നത്? കാരണം അനേക ക്രിസ്ത്യാനികളുടെ ആത്മീയ പുരോഗതിക്ക് തടസ്സം അവരുടെ വസ്തുവകളോടുള്ള അവരുടെ തെറ്റായ മനോഭാവം കാരണമാണ്. ഇവിടെ പറയുന്നു, തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിയുന്നില്ലെങ്കിൽ ആർക്കും എൻ്റെ ശിഷ്യനാകാൻ കഴിയുകയില്ല. 10% എല്ലാം. ഞാനൊന്നും സ്വന്തമാക്കുന്നില്ല. എൻ്റെ കയ്യിൽ പല കാര്യങ്ങളുമുണ്ട്, എന്നാൽ ഞാനൊന്നും കൈവശമാക്കുന്നില്ല. ഞാൻ പറയും, എല്ലാം കർത്താവിൻ്റെയാണ്. നിങ്ങൾ ദൈവത്തെ കബളിപ്പിക്കാൻ ശ്രമിക്കരുത്. അതിന് നിങ്ങൾക്ക് കഴിയില്ല. നമുക്ക് പറയാം, കർത്താവ്, എല്ലാം നിൻ്റേതാണ്, എനിക്കറിയാം, ഒന്നും കൊടുക്കേണ്ടി വരില്ലെന്ന്. ശരി, ഇത് ദൈവവും നിങ്ങളും തമ്മിൽ നടത്തുന്ന ഒരു ഇടപാടാണ്. ദൈവം നിങ്ങളെ ശോധന ചെയ്യും. കർത്താവെ, ഞാൻ തീരുമാനിക്കുന്ന എൻ്റെ സമയം നിൻ്റേതാണ്. എങ്ങനെ ചിലവഴിക്കണമെന്ന് അങ്ങ് പറയാം. ചിലപ്പം എനിക്കൊരു കാര്യം ചെയ്യാനുണ്ട്, ദൈവത്തിനും എന്നെ കൊണ്ടൊരാവശ്യമുണ്ട്. ഞാൻ ദൈവം പറയുന്നത് ചെയ്യും. ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ച് വേണ്ടാന്ന് നോക്കും. ഈ മനോഭാവം നിങ്ങൾക്കുണ്ടോ? എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ ആത്മീയ പുരോഗതി പ്രാപിക്കാത്തത്? ഞാൻ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. ഞാൻ പ്രതീക്ഷിക്കുന്നു ഇതെനിക്ക് വീണ്ടും പറയേണ്ടി വരില്ലെന്ന്. ഞാൻ പ്രതീക്ഷിക്കുന്നു ഇന്ന് നിങ്ങൾ കേട്ടത് നിങ്ങളെ ആഴത്തിൽ സ്വാധീനിക്കുമെന്ന്. നിങ്ങൾ പറയുക, കർത്താവേ, എനിക്കിത് പിന്നെയും കേൾക്കുകയല്ല വേണ്ടിയത്. ഞാൻ മുമ്പ് ഇതേപ്പറ്റി കേട്ടിട്ടുണ്ടോ? ഇതെന്നെ ആഴത്തിൽ ഇന്ന് സ്വാധീനിക്കണേ. നാം ആത്മീയ പുരോഗതി എന്ന് പറയുമ്പോൾ അത് നടക്കുന്ന പോലെ ഓടുന്ന പോലെയാണ്. വേദപുസ്തകം പറയുന്നു, അത് നാം കാണുന്നത് എബ്രായ ലേഖനം 12-ാം അധ്യായത്തിലാണ്. അത് നോക്കുന്നതിന് മുമ്പ് നമുക്ക് എബ്രായർ 10:25 നോക്കാം. എബ്രായർ 12 പോകുന്നതിന് മുമ്പ് നമുക്ക് ഈ വാക്യം ഒന്ന് നോക്കാം. നമ്മൾ മുമ്പ് ചിന്തിച്ചത് എബ്രായർ 10:24 സ്നേഹത്തിനും സൽപ്രവർത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പിപ്പാൻ അന്യോന്യം സൂക്ഷിച്ചുകൊള്ളുവിൻ. ഇത് വളരെ നല്ലൊരു വാക്യമാണ്. നാം ഇന്ന് അതേപ്പറ്റി ചിന്തിച്ചു. മറ്റുള്ളവരെ സ്നേഹിപ്പാനായിട്ട് എനിക്ക് എങ്ങനെ ഉത്സാഹിപ്പിക്കാൻ കഴിയും? അതിന് ഒന്നാമത് ദൈവം എനിക്ക് സ്നേഹം തരണം. പരിശുദ്ധാത്മ ശക്തിയിലൂടെ സ്നേഹിക്കാനുള്ള കഴിവ്. എങ്ങനെയാണ് മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ട് ഒരാളെ ഉത്സാഹിപ്പിക്കുന്ന ഒരു പ്രവൃത്തി ചെയ്യാൻ കഴിയുന്നു? എന്നെ മാത്രം സ്നേഹിക്കുന്ന കാര്യമല്ല, എല്ലാവരെയും സ്നേഹിക്കുന്ന കാര്യം. അതുപോലെ സൽപ്രവർത്തികളിലൂടെ ആ സ്നേഹം വെളിവാക്കാൻ, അതിന് പ്രത്യേകിച്ചൊരു സൂത്രമൊന്നും എൻ്റെ കയ്യിലില്ല. പരിശുദ്ധാത്മാവ് അത് പറയും. എങ്ങനെയാണ് നിങ്ങൾക്ക് മറ്റുള്ളവരെ സ്നേഹത്തിൽ ഉത്സാഹിപ്പിക്കാൻ കഴിയുന്നത്? അത് നിങ്ങൾ കുടുംബത്തിൽ ആരംഭിക്കണം. സ്നേഹിക്കാനായിട്ടും സൽപ്രവൃത്തി ചെയ്യാനായിട്ടും എങ്ങനെ നിങ്ങളുടെ പങ്കാളിയെ നിങ്ങൾക്ക് ഉത്സാഹിപ്പിക്കാൻ കഴിയും? നിന്നെ ശുശ്രൂഷിക്കാനല്ല, എന്നാൽ കർത്താവിനോടുള്ള സ്നേഹത്തിൽ വളരാൻ, മറ്റുള്ളവരെ അനുഗ്രഹിക്കാൻ. കർത്താവെ, മറ്റുള്ളവർക്ക് എൻ്റെ കുടുംബം ഒരു അനുഗ്രഹമാകാൻ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇവിടുന്ന്
നമുക്ക് മുന്നോട്ട് പോകാം. നാം 10:25 വായിക്കുമ്പോൾ നാൾ സമീപിക്കുന്നു എന്ന് കാണും തോറും അത് അധികമായിട്ട് ചെയ്യേണ്ടതാകുന്നു. നാൾ സമീപിക്കുന്നു എന്ന് കാണും തോറും അത് അധികം ചെയ്യണം. നാം ഓർക്കണം, ഇത് 2000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയതാണ്. നാൾ സമീപിക്കുന്നു എന്ന് ഓർക്കണമെന്ന്. എന്നാൽ ഇപ്പോഴത്തെ കാര്യമോ? ഈ 2023 ഞാൻ വിശ്വസിക്കുന്നത് വളരെ കൂടുതൽ അടുത്തായി. ഇത് ഓർത്തുകൊണ്ടായിരിക്കണം ഇന്ന് നാം ജീവിക്കേണ്ടത്. കർത്താവ് എത്രയും പെട്ടെന്ന് വരും. 60 കൊല്ലം മുമ്പ് ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ ഞാനിത് പറയാൻ തുടങ്ങിയതാണ്. ഇന്നും ഞാനതാണ് പറയുന്നത്. എനിക്കതിൽ ലജ്ജയില്ല. സാക് ബ്രദറെ, കർത്താവ് ഇപ്പം വരുമെന്ന് 60 കൊല്ലമാണെന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയല്ലേ? ഇത് പറഞ്ഞ് നിനക്ക് ജീവിക്കാം. എല്ലാ ദിവസവും ഞാൻ ജീവിക്കുന്നത് കർത്താവ് വരുമെന്നുള്ള പ്രതീക്ഷയിലാണ്. ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. യേശു ഏത് ദിവസം വരും എന്നതിനെപ്പറ്റി എനിക്കറിയില്ല. യേശു ഈ ഭൂമിയിലായിരുന്നപ്പം അവനെന്താ പറഞ്ഞത്? ഞാൻ ഈ മനുഷ്യപുത്രൻ എന്ന് ഞാൻ മടങ്ങി വരുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. എന്നാൽ ഇന്ന് അനേക ആളുകൾ യേശു മടങ്ങി വരുന്ന ദിവസത്തെക്കുറിച്ച് അവർ പ്രവചിക്കുന്നു. യേശുവിനേക്കാൾ കൂടുതൽ അവർക്കറിയാവുന്നതാണ് അവർ ചിന്തിക്കുന്നത്. ദൈവവചനത്തിൽ നിങ്ങൾ ആ ഭാഗം വായിച്ചിട്ടുണ്ടോ? ഏത് നാളിലാണ് മടങ്ങി വരുന്നതെന്ന് അവൻ അറിയില്ല എന്ന് പറയുന്ന ഭാഗം ഇന്നവൻ അറിയാം, കാരണം അവൻ സ്വർഗത്തിലാണ്. ഇന്ന് യേശുവിനോട് നീ മടങ്ങി വരുന്ന ദിവസം ഏതാണെന്ന് ചോദിച്ചാൽ അവൻ അറിയാം, എന്നാൽ അവൻ പറയില്ല. എന്നാൽ അവൻ ഈ ഭൂമിയിലായിരുന്നപ്പോൾ താൻ രണ്ടാമത് ഭൂമിയിൽ മടങ്ങി വരുന്ന ദിവസം ഏതാണെന്ന് അവൻ അറിയില്ലായിരുന്നു. കാരണം ഒരു മനുഷ്യനെന്ന തലത്തിൽ അവന് പരിമിതി ഉണ്ടായിരുന്നു. അവൻ ദൈവമായിരിക്കെ തന്നെ അവൻ പരിമിതപ്പെടുത്തി. നമുക്കറിയാമല്ലോ, നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളോടൊപ്പം കളിക്കുമ്പോൾ അവരുടെ നിലയിലാണ് നാം കളിക്കുന്നത്. നീ കുഞ്ഞായതുകൊണ്ടല്ല, നീ വളർച്ച പ്രാപിച്ച ആളാണ്. അവരോടൊപ്പം കളിക്കുമ്പോൾ അവരെ തോൽപ്പിക്കാൻ നമുക്ക് കഴിയും. എന്നാൽ അവരുടെ നിലയിലാണ് നാം കളിക്കുന്നത്. അങ്ങനെ മാത്രമേ അവരോടൊപ്പം കളിക്കാൻ കഴിയൂ. എല്ലാ നല്ല പിതാവും അങ്ങനെ ചെയ്യൂ. ഇതുപോലാണ് യേശു ഭൂമിയിൽ വന്നത്. അപ്പോഴും അവൻ ദൈവമാണ്. എന്നാൽ നമ്മുടെ നിലയിലേക്ക് അവൻ താണു വന്നു. നമ്മൾ ആ കുഞ്ഞുങ്ങളെ പോലെയാണ്. നമ്മുടെ നിലയിലേക്ക് അവൻ താണു വന്നു. നമ്മുടെ നിലയിലുള്ള ഒരാളെ പോലെയാണ് അവൻ നമ്മളോട് ഇടപെട്ടത്. ഏത് ദിവസം അവൻ മടങ്ങി വരുന്നതെന്ന് എനിക്കറിയില്ല. എന്നാൽ ഞാൻ വിശ്വസിക്കുന്നു നമ്മൾ ജീവിക്കേണ്ടത് എപ്പോൾ വേണേലും അവൻ മടങ്ങി വരാമെന്നുള്ള ധാരണയിലാണ്. ആ ബുദ്ധിയുള്ള കന്യകമാരുടെ വിളക്കുകൾ എപ്പോഴും കത്തിക്കൊണ്ടിരുന്നു. പാത്രത്തിൽ അവർ എണ്ണയും കരുതി. അത് നമ്മുടെ രഹസ്യ ജീവിതമാണ്. ഈ ബുദ്ധിയുള്ള കന്യകമാരും ബുദ്ധിയില്ലാത്ത കന്യകമാരും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. ആ എല്ലാ കന്യകമാരുടെയും വിളക്ക്, ആ പുറമേയുള്ള ജീവിതം അത് കത്തിക്കൊണ്ടിരുന്നു. എന്താണ് ആ പുറത്തുള്ള ജീവിതം? പുറമേയുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നല്ല സാക്ഷ്യം, നിങ്ങളുടെ നല്ല പ്രവർത്തികളെ കണ്ടിട്ട് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തത്തക്കവണ്ണം നിങ്ങളുടെ വിളക്ക് അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. അതാണ് യേശു പറഞ്ഞ മനുഷ്യൻ്റെ മുമ്പിൽ പ്രകാശിക്കുന്ന ആ വിളക്ക്. അവർ തങ്ങളുടെ കയ്യിൽ കരുതിയ ആ എണ്ണപ്പാത്രം എന്തിനാണ് സൂചിപ്പിക്കുന്നത്? ബുദ്ധിയുള്ള കന്യകമാർക്ക് അതുണ്ടായിരുന്നുള്ളൂ. ആ 10 പേർക്കും പുറമേ ഉള്ളൊരു സാക്ഷ്യം ഉണ്ടായിരുന്നു. നിങ്ങൾ വായിച്ചു നോക്കുക, 10 പേർക്കും പുറമേ ഉള്ളൊരു നല്ല സാക്ഷ്യം ഉണ്ടായിരിക്കെ നിങ്ങൾ കർത്താവിന് മടങ്ങിന് വേണ്ടി ഒരുങ്ങിയവരായിരിക്കണമെന്നില്ല. നിങ്ങളതേപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? പുറമേ നിങ്ങൾക്കൊരു നല്ല സാക്ഷ്യം ഉണ്ടെന്ന് പറഞ്ഞാണോ നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നത്? കർത്താവിൻ്റെ വരവിന് വേണ്ടി നിങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടോ? നിങ്ങളുടെ പാപങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ് നിങ്ങൾ കർത്താവിൻ്റെ വരവിന് വേണ്ടി തയ്യാറാണോ? അത് നിങ്ങളുടെ വിളക്ക് കത്തിക്കൊണ്ടിരിക്കുന്ന പോലാണ്. നിങ്ങളുടെ പാത്രത്തിൽ നിങ്ങൾ എണ്ണ സൂക്ഷിച്ചിട്ടുണ്ടോ? എന്താണത്? എണ്ണ എപ്പോഴും പരിശുദ്ധാത്മാവിൻ്റെ ഒരു ചിത്രമാണ്. അതവർ രഹസ്യമായി സൂക്ഷിച്ചിരിക്കുകയാണ്. ആർക്കും അത് കാണാൻ കഴിയില്ല. അത് നമ്മുടെ ആന്തരിക ജീവിതമാണ്. മറ്റ് ആളുകൾക്ക് കാണാൻ കഴിയാത്ത ആ രഹസ്യ ജീവിതം, അതാണ് ആ പാത്രത്തിലുള്ള എണ്ണ. സഭയിൽ നിങ്ങൾ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതല്ല, അതെല്ലാവർക്കും കാണാം. പൊതുജനത്തിന് മധ്യേ നിങ്ങൾ പ്രവർത്തിക്കുന്നത്. എന്നാൽ നിങ്ങളുടെ രഹസ്യ ജീവിതം, അതാണ് പാത്രത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന എണ്ണ. നിങ്ങൾക്ക് പരിശുദ്ധാത്മാവാകുന്ന എണ്ണയുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാര്യയുമായിട്ടുള്ള ബന്ധത്തിൽ, അല്ലെങ്കിൽ ഭർത്താവിനോട്, നിനക്കും നിൻ്റെ പങ്കാളിക്കും മധ്യേ എപ്പോഴും യേശു ക്രിസ്തുവിൻ്റെ അസാന്നിധ്യം ഉണ്ടായിരിക്കും. നിൻ്റെ വീട്ടിൽ അതാണ് ആ പാത്രത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന എണ്ണ. അത് നിങ്ങൾക്കില്ലെങ്കിൽ നിനക്കൊരു നല്ല സാക്ഷ്യമുണ്ട്, എല്ലാവരും ചിന്തിക്കുന്നു നീ ഒരു നല്ല ക്രിസ്ത്യാനിയാണെന്ന്, നീ സഭയിൽ പോകുന്നു, ഒത്തിരി ആത്മീയ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു, എന്നാൽ നിൻ്റെ വിവാഹ പങ്കാളിക്കും നിനക്കും ഇടയിൽ കർത്താവില്ല. ഞാൻ പറയട്ടെ, നീ ബുദ്ധിയില്ലാത്ത ഒരു കന്യകയാണ്. നിൻ്റെ വിളക്ക് കത്തുന്നുണ്ടായിരിക്കാം, അത് കത്തുന്നുണ്ട്, എന്നാൽ നീ ബുദ്ധിയില്ലാത്ത കന്യകയാണ്. മത്തായി 25 അത് വായിച്ചു നോക്കുക.
അതിനും അപ്പുറത്ത് എൻ്റെ ആന്തരിക ജീവിതം, വീട്ടിൽ എൻ്റെ ഭാര്യയോടോ മക്കളോടോ ഉള്ള എൻ്റെ ബന്ധം മാത്രമല്ല, ഞാൻ വീട്ടിൽ കോപിക്കുന്നില്ല എന്നുള്ളത് മാത്രമല്ല, അല്ലെങ്കിൽ സഭയിലുള്ളവരോട്, അത് ബാഹ്യജീവിതമാണ്. നല്ലത്, പരസ്യമായിട്ട് നീ ആരോടും കോപിക്കുന്നില്ല. നിൻ്റെ വീട്ടിലെങ്ങനെ, നിൻ്റെ പാത്രത്തിൽ എണ്ണയുണ്ടോ? വീട്ടിൽ നിൻ്റെ ഭാര്യയോടും മക്കളോടും നീ കോപിക്കുന്നവനാണോ? നീ നിന്നെ തന്നെ വിധിക്കുകയും ദൈവത്തിൻ്റെ ശക്തിക്കായിട്ട് ചോദിക്കുകയും ചെയ്യണം. അല്ലെങ്കിൽ നിൻ്റെ പാത്രത്തിൽ എണ്ണയില്ല. പലർക്കും അതേപ്പറ്റി ചിന്തയില്ല, കാരണം മറ്റാർക്കും ഇത് കാണാനായിട്ട് കഴിയുന്നില്ല. നിങ്ങൾക്കറിയാമോ, ഈ അശ്ലീല ചിത്രം കാണുന്നവർ, അവർ വീടിൻ്റെ കഥ കടച്ചകത്തിരിക്കുന്നു. എന്നിട്ട് അശ്ലീല ചിത്രങ്ങൾ അവർ ടെലിഫോണിൽ അവർ കണ്ടുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ കമ്പ്യൂട്ടറിൽ. അവർ ചിന്തിക്കുന്നു, ആരും എന്നെ കാണുന്നില്ല. നീ നിന്നെ തന്നെ വഞ്ചിക്കുകയാണ്. അവിടെ 500 അശുദ്ധാത്മാക്കൾ നിന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർ സന്തോഷിച്ച് ആർക്കാണ്? അവരുടെ ചിരി നീ കേൾക്കുന്നില്ല. ഈ മനുഷ്യൻ ക്രിസ്ത്യാനിയാണെന്നാണ് പറയുന്നത്. അവൻ അശ്ലീല ചിത്രം കാണുന്നു. മനോഹരം, മനോഹരം. അവൻ നമ്മുടെ പിടിയില്ല. നാളെ അവൻ സഭയിൽ പോകുമ്പം അവിടെ ഒരു വിശുദ്ധനെ പോലെ അവൻ അഭിനയിക്കും. ഒരു വിശുദ്ധനെ പോലെ അവിടെ ഇരുന്ന് പാട്ട് പാടും. ഇന്ന് നമ്മൾ കണ്ടല്ലോ അവൻ എന്താണെന്ന്. നിങ്ങൾ രഹസ്യമായ അശ്ലീല ചിത്രം കാണുന്നവനാണോ? എന്നോട് ഉത്തരം പറയണ്ട. നിങ്ങളുടെ വിധികർത്താവ് ഞാനല്ല, ദൈവത്തോട് ഉത്തരം പറയുക. ഇന്നത്തെ ഏറ്റവും വലിയ തിന്മയാണിത്. അനേക വിശ്വാസികളെ ഇതിലൂടെ പിശാച് കുരുക്കി ഇതവരെ ഓരോ ചൂടായിട്ട് നരകത്തിലേക്ക് താഴ്ത്തിക്കൊണ്ടു പോവുകയാണ്. എനിക്കതിൽ ഒരു സംശയവുമില്ല. ഓരോ ചൂടായി അവരെ നയിച്ചുകൊണ്ട് പോവുകയാണ്. ഈ ആഗ്രഹത്തിന് പിന്നാലെ, ശരിയാണ്, എല്ലാ പുരുഷന്മാർക്കും ഒരു ലൈംഗിക പ്രേരണയുള്ളവരാണ്. അതില്ലെങ്കിൽ നിങ്ങൾക്കെന്തോ പ്രശ്നമുണ്ട്. എല്ലാ സാധാരണ പുരുഷന്മാർക്കും ലൈംഗിക പ്രേരണയുണ്ട്. ആരാ കൊടുത്തത്? ദൈവമാണ് കൊടുത്തത്. എന്നാൽ നിങ്ങളെന്ത് ചെയ്യണം? ഈ നന്മതിന്മകളുടെ വൃക്ഷം എത്ര മനോഹരമാണെന്ന് പിശാച് അവയോട് പറഞ്ഞപ്പോൾ അവൾ എന്താണ് ചെയ്തത്? അവയെ ദൈവം ഇത് കഴിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നീ നോക്കിയത് എത്ര നല്ലതാണെന്ന്. ഇത് കണ്ടപ്പോഴേ നിൻ്റെ വായിൽ വെള്ളം ഊറുന്നില്ലേ? അത് കണ്ടപ്പം തന്നെ നീ കൈ നീട്ടി അത് പറിക്കുക. അത് നിനക്ക് എത്ര ആനന്ദം പകരുമെന്ന് നിനക്കറിയാമോ? അടുത്ത പ്രാവശ്യം അശ്ലീല ചിത്രം കാണാൻ നീ പരീക്ഷിക്കപ്പെടുമ്പോൾ ആ നന്മതിന്മകളുടെ വൃക്ഷത്തിന് മുമ്പിൽ നിൽക്കുന്ന ഹവ്വായെക്കുറിച്ച് നീ ചിന്തിക്കുക. പിശാച് അവളോട് പറഞ്ഞു, സാരമില്ല, അതൊന്നും ഗൗരവമുള്ള കാര്യമല്ല. നീ മരിക്കത്തില്ല. ദൈവം പറഞ്ഞു നീ മരിക്കും. പിശാച് പറഞ്ഞു നീ മരിക്കുകയല്ല. നീ ആ അശ്ലീല ചിത്രം കാണുമ്പോൾ ഇത് തന്നെ പിശാച് നിന്നോട് പറയും. അതൊന്നും കുഴപ്പമില്ല, യേശുവിൻ്റെ രക്തം നിൻ്റെ പാപമൊക്കെ പരിഹരിക്കും. ഇത് കഴിഞ്ഞാൽ ഉടനെ, അല്ലെങ്കിൽ നാളെ രാവിലെ നീ ദൈവത്തോട് ക്ഷമ ചോദിച്ചാൽ മതി. ഉറങ്ങുന്നതിന് മുമ്പേ ദൈവത്തോട് ക്ഷമ ചോദിക്കുക. അതുപോവും. നാളെ നിനക്കിത് തന്നെ കാണാം. കിടക്കുന്നതിന് മുമ്പേ പിന്നെയും ക്ഷമ ചോദിച്ചാൽ മതി. അങ്ങനെ നിൻ്റെ ജീവിതകാലം മുഴുവൻ നീ അശ്ലീല ചിത്രം കാണും. എന്നെ കഴുകണമെന്ന് കർത്താവിനോട് പറഞ്ഞാൽ മതി, നിനക്ക് സ്വർഗത്തിൽ പോവാം. ആരും നിങ്ങളോട് സത്യം പറഞ്ഞു കാണുകയല്ല. ഞാനാ സത്യം പറയാം, നീ സ്വർഗത്തിൽ പോവുകയല്ല, നീ നരകത്തിലേക്ക് പോവുകയാണ്. ഞാൻ നിന്നെ പേടിപ്പിക്കുകയല്ല, എനിക്കാരെയും പേടിപ്പിക്കണ്ട. സത്യമാണ് ഞാൻ പറയുന്നത്. നിനക്ക് ക്യാൻസർ വന്നാൽ നല്ല ഡോക്ടർ ക്യാൻസലാണെന്ന് പറയും, എന്നാൽ അതിന് സൗഖ്യമുണ്ടെന്നും പറയും. ചികിത്സയില്ലെങ്കിൽ അത് മോശപ്പെട്ട കാര്യമാണ്. ചില ക്യാൻസറിന് ചികിത്സയില്ല. അശ്ലീല ചിത്രത്തിന് സൗഖ്യമുണ്ട്. പൂർണ്ണ ഹൃദയത്തോടെ യേശുവിനെ നീ സ്നേഹിക്കുന്നെങ്കിൽ നീ പറയും, കർത്താവേ, എത്രമാത്രം നീ എന്നെ സ്നേഹിക്കുന്നെന്ന് എനിക്ക് മനസ്സിലാക്കണം. യേശുവിനെ സ്നേഹിക്കാനുള്ള വഴിയാണത്. രണ്ടാമത്, നിൻ്റെ ജീവിതത്തിൽ നീ ചെയ്തിട്ടുള്ള എല്ലാ മോശപ്പെട്ട പാവങ്ങളെ പറ്റിയും ചിന്തിച്ചു നോക്കുക. അതവനെ സ്നേഹിക്കാൻ നിങ്ങളെ സഹായിക്കും. എന്തുകൊണ്ടാണ് മറിയ ആ വില കൂടിയ പരിമള തൈലം കൊണ്ടുവന്ന് യേശുവിൻ്റെ പാദപീഠത്തിൽ ഒഴിച്ചത്? ലൂക്കോസ് 7-ാം അധ്യായം. കാരണം അവൾ അത്ര മോശപ്പെട്ട പാപിയായിരുന്നു. അവളുടെ ജീവിതകാലം മുഴുവൻ അവളൊരു വേശ്യയെ പോലാണ് ജീവിച്ചത്. ഒരിക്കൽ അവൾ കേട്ടു അവളുടെ പാപങ്ങളെല്ലാം യേശു ക്ഷമിച്ചു കൊടുക്കുമെന്നും അവൾക്കിനിയും നരകത്തിലേക്ക് പോകേണ്ടതില്ലെന്നും. അവൾക്ക് വളരെ സന്തോഷമായി. യേശു അന്ന് ക്രൂശിൽ മരിച്ചിരുന്നില്ല. നമ്മളിന്ന് അറിയുന്ന പോലെ അവൾക്കറിയില്ലായിരുന്നു. അവൾ യേശുവിനോട് വളരെ നന്ദിയുള്ളവളായിരുന്നു. വേശ്യയായിട്ട് ജീവിക്കുന്നത് അവൾ അത്രമാത്രം വെറുത്തിരുന്നു. ഇന്ന് ആളുകൾ അശ്ലീല ചിത്രം കാണുന്ന പോലെ. അവളതിൽ മടുത്തു. അത് വിട്ടുകളയാൻ അവൾ ആഗ്രഹിച്ചു. അവൾ അവളുടെ സകല സമ്പാദ്യമായി യേശുവിൻ്റെ അടുക്ക് കൊണ്ടുവന്ന് അവൻ്റെ പാദപീഠത്തിൽ അത് ഒഴിച്ചു.
മതഭക്തനായ ശിമയോൻ എന്ന പരീശൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അവൻ പറഞ്ഞു, വിശുദ്ധനായ ഇവൻ എങ്ങനെയാണ് ഈ പാപിണിയായവളെ തൻ്റെ ശരീരത്തിൽ സ്പർശിക്കാൻ അനുവദിച്ചത്? യേശു ശിമയോനെ നോക്കിക്കൊണ്ടിങ്ങനെ പറഞ്ഞു, ആരാണ് ഒരാളെ കൂടുതൽ സ്നേഹിക്കുന്നത്? അല്പം മാത്രം ക്ഷമിക്കപ്പെട്ട ഒരാളാണോ, കൂടുതൽ ക്ഷമിക്കപ്പെട്ട ആളാണോ? പരീശനായ ശിമയോനോട് യേശു പറഞ്ഞു, എന്തുകൊണ്ടാണ് ഈ സ്ത്രീ കൂടുതൽ സ്നേഹിക്കുന്നത്? കാരണം അവിടെ അനേകവിധമായ പാപങ്ങൾ അവളോട് ക്ഷമിക്കപ്പെട്ടു. അല്പം മാത്രം ക്ഷമ കിട്ടിയവർ അല്പമേ സ്നേഹിക്കൂ. ഞാൻ ഈ വചനത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, കർത്താവേ, എൻ്റെ ഒത്തിരി പാപം ക്ഷമിക്കപ്പെട്ടിട്ടുണ്ട്. എൻ്റെ എത്രയോ പാപങ്ങൾ അങ്ങ് ക്ഷമിച്ചു. നിങ്ങളൊരിക്കലും 100 പ്രാവശ്യം വ്യഭിചാരം ചെയ്യേണ്ട ആവശ്യമില്ല. പലരെ കൊല്ലുകയും വേണ്ട നിങ്ങളൊരു പാപിയാണെന്ന് നിങ്ങൾ തിരിച്ചറിയാൻ. ഒരു കള്ളം പറയുന്ന പോലും എത്ര ഗുരുതരമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ. അതിനെ ഒരു ആനയെ പോലെ, കുറുമ്പിനെ പോലല്ല, ഒരു ചെറിയ കള്ളം. നിങ്ങൾക്കറിയാവോ സത്യത്തിൽ നമ്മുടെ പ്രശ്നം എന്താണെന്ന്? നമ്മൾ പാപത്തിൻ്റെ ഗൗരവം എന്താണെന്ന് മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ടാണ് അവരുടെ പാപം ചെറുതായിട്ട് അവർ കാണുന്നത്. ആ ഭീകരവാദിയെ പോലെ ഞാനത്ര മോശം പാപിയല്ല. ഞാൻ പലപ്പോഴും കർത്താവിനോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഏറ്റവും മോശപ്പെട്ട ആ ഭീകരവാദി ജനിച്ച അതേ ആ ആദാമിൽ നിന്നാണ് ഞാനും ജനിച്ചത്. അവൻ വേറെ ഏതോ കുടുംബത്തിൽ ജനിച്ചതല്ല. ഞാനും അവനും ഒരേ കുടുംബത്തിലാണ് ജനിച്ചത്, ആദമിൻ്റെയും ഹവ്വയുടെയും കുടുംബത്തിൽ. ഞാനും ഒരു ഭീകരനാകാൻ സാധ്യതയുള്ളവനാണ്. ഒരു ഭീകരനായി തീർന്ന് ബോംബ് വെച്ച് അനേകരെ കൊല്ലാൻ സാധ്യതയുള്ള ഒരു മനുഷ്യനാണ് ഞാനും. ഒരു വ്യത്യാസമില്ല. ഒരു പക്ഷേ ഞാൻ വളർന്നു വന്ന ചുറ്റുപാടോ എന്നെ വളർത്തിയ വിധമൊക്കെ ആയിരിക്കാം ഞാൻ അങ്ങനെ ആകാതിരുന്നത്. അല്ലെങ്കിൽ ഞാനും അങ്ങനെ ആകാം. അവൻ വളർന്ന പോലെ ഞാനും വളർന്നിരുന്നെങ്കിൽ അതിന് സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ് ഞാനിത് പറയുന്നത്? എന്നോട് തന്നെ ഞാൻ പറയുകയാണ്, ഈ ലോകത്തിലുള്ള ഏറ്റവും മോശപ്പെട്ട പാപിയേക്കാൾ ഒട്ടും മെച്ചപ്പെട്ടവനല്ല ഞാൻ. എൻ്റെ സാഹചര്യങ്ങൾ കൊണ്ടോ എന്നെ വളർത്തിക്കൊണ്ടോ വന്ന വിധം കൊണ്ടോ ആയിരിക്കാം ഞാൻ പല പാപങ്ങളും ചെയ്യാതിരിക്കുന്നത്. പിന്നെ യേശുവിനെ എൻ്റെ കർത്താവിൻ്റെ രക്ഷിതമായിട്ട് എനിക്കറിയാനിടയായി. അതുകൊണ്ടാണ് ഞാൻ പല ക്രിസ്ത്യാനികളും ചെയ്യുന്ന പല പാപത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടത്. ഇത് നിങ്ങൾ ധ്യാനിക്കുകയാണെങ്കിൽ നിങ്ങൾ ശരിക്കും മറ്റാരേക്കാളും മെച്ചപ്പെട്ടവനല്ലെന്ന്. എങ്കിലും ദൈവം നിങ്ങളോട് ക്ഷമിച്ചു. നിങ്ങളുടെ പാപത്തിൻ്റെ ആഴത്തിൽ നിന്ന് ഞാൻ കണ്ടു 2 കാര്യങ്ങളാണ് യേശുവിനെ സ്നേഹിക്കാനായിട്ട് എന്നെ സഹായിക്കുന്നത്. ഒന്ന്, യേശു എനിക്ക് വേണ്ടി എത്രമാത്രം ക്രൂശിൽ സഹിച്ചു എന്നുള്ള കാര്യം ധ്യാനിക്കുന്നതാണ്. രണ്ടാമത്തെ കാര്യം, എത്രമാത്രം ഞാൻ എൻ്റെ കഴിഞ്ഞകാല പാപം കൊണ്ട് കർത്താവിനെ ദുഃഖിപ്പിച്ചു എന്ന് ധ്യാനിക്കുന്നതാണ്. ആ സ്ത്രീയെപ്പോലെ ഞാൻ എനിക്ക് ഉള്ള എല്ലാമായിട്ട് കർത്താവിൻ്റെ അടുക്കിലേക്ക് ചെല്ലും. എന്നിട്ട് ഞാൻ പറയും, കർത്താവേ, എനിക്കുള്ളതെല്ലാം അങ്ങയുടേതാണ്. എൻ്റെ പ്രിയ സഹോദരീശ്വരന്മാരെ, ഇതേപ്പറ്റി നിങ്ങൾ ചിന്തിക്കുക. അതുകൊണ്ട് സ്നേഹിക്കാനും സൽപ്രവർത്തികൾക്കായിട്ടും നമുക്ക് തമ്മിൽ ഉത്സാഹിപ്പിക്കാം. കാരണം കർത്താവിൻ്റെ വരവ് സമീപിച്ചിരിക്കുന്നു. ഇതിനോടുള്ള ബന്ധത്തിൽ ഞാൻ മറ്റൊരു വാക്യം കൂടെ വായിക്കും. 1 യോഹന്നാൻ 2-ാം അധ്യായം. എപ്പോഴും പുതിയ കാര്യം പ്രസംഗിക്കുന്നതല്ല എൻ്റെ ജോലി. എൻ്റെ ജോലി വേദപുസ്തകത്തിലുള്ള കാര്യം ആളുകളെ ഓർമ്മിപ്പിക്കുകയാണ്. എന്നെ വിളിച്ച അതിനാണ്. എപ്പോഴും പുതിയ കാര്യം പ്രസംഗിക്കുന്ന ഒരാളാണെന്ന് അറിയപ്പെടാൻ എനിക്ക് അല്പം പോലും താല്പര്യം ഇല്ല. ക്ഷമിക്കണം സാറേ, എനിക്കതിനകത്ത് ഒരു താല്പര്യവുമില്ല. ആളുകൾ ദൈവഭക്തരായി തീരണം, ഇത് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ. ഒരു നല്ല അമ്മ എല്ലാ ദിവസവും ഒരു പക്ഷേ അതേ പ്രഭാത ഭക്ഷണം അവളുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം. അതേ ഭക്ഷണം എല്ലാ ദിവസവും പിന്നെയും എല്ലാ വർഷവും പിന്നെയും അങ്ങനെ ആരോഗ്യമുള്ളൊരു കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവും. എന്നും വേറെ വേറെ ഭക്ഷണമായിരിക്കണമെന്നില്ല. അങ്ങനെ ചെയ്യുന്നതിൽ ഒരു പ്രശ്നവുമില്ല. ഒരു പക്ഷേ അവൾ ദരിദ്രമായിരിക്കുക, എല്ലാ ദിവസവും ഒരു ഭക്ഷണം മാത്രമേ കൊടുക്കാനായിട്ട് അവൾക്ക് കഴിയുന്നുള്ളായിരിക്കുക. എങ്കിലും ആ കുഞ്ഞുങ്ങൾക്ക് ആരോഗ്യം കാണും. ഞാനും ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങൾ ആരോഗ്യമുള്ളവരായിരിക്കണം എന്നാണ്. എപ്പോഴും പുതിയ സന്ദേശങ്ങൾ പറയുന്ന ഒരാളെന്നുള്ള ഒരു പേരല്ല ഞാൻ പറയുന്ന പുതിയ സന്ദേശമല്ല. 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് പ്രസംഗിച്ച ആ പഴയ സുവിശേഷം എൻ്റെ കയ്യിലുള്ളൂ. അതെൻ്റെ ജീവിതം മാറ്റി, അത് യേശുവിനോടുള്ള കൂട്ടായ്മയിലേക്ക് എന്നെ കൊണ്ടുവന്നു. എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം അത് പൂർണ്ണമായിട്ട് മാറ്റി. വളരെ സന്തോഷമുള്ള ഒരു മനുഷ്യനാക്കി എന്നെ തീർത്തു. സന്തോഷകരമായ ഒരു കുടുംബജീവിതം എനിക്കുണ്ടായി. എൻ്റെ കുഞ്ഞുങ്ങളെ ദൈവഭയത്തെ വളർത്താൻ കഴിഞ്ഞു ഞാൻ പ്രസംഗിക്കുന്ന ഈ പഴയ സുവിശേഷത്തിന്. കാരണം ഇത് ലോകത്തിലുള്ള എല്ലാവരും കേൾക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് 1 യോഹന്നാൻ 2-ാം അധ്യായം 28-ാം വാക്യം. ഇതെത്ര തവണ പറയാനും എനിക്ക് യാതൊരു മടിയുമില്ല. കർത്താവ് മടങ്ങി വരുമ്പോൾ വിശ്വാസികളുടെ ഇടയിൽ
രണ്ട് തരത്തിലുള്ള ആളുകളുണ്ടായിരിക്കും. കർത്താവ് മടങ്ങി വരുമ്പം വിശ്വാസികളും അവിശ്വാസികളും ഉണ്ടായിരിക്കും. എന്നാൽ വിശ്വാസികളുടെ ഇടയിൽ രണ്ട് കൂട്ടം ഉണ്ടായിരിക്കും. 1 യോഹന്നാൻ 2:28 നോക്കി. എപ്പോഴും ദൈവവചന ശ്രദ്ധാപൂർവം വായിക്കണം. ഇനിയും കുഞ്ഞുങ്ങളെ, ഇത് അവിശ്വാസികളെക്കുറിച്ചാണോ പറയുന്നത്? ഇവിടെ ഈ 1 യോഹന്നാൻ 2:1 പറയുന്നത്, കുഞ്ഞുങ്ങളെ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത് നീതിമാനായ ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട്. ആർക്കാണ് അവൻ ഇത് എഴുതുന്നത്? വിശ്വാസികൾക്കാണ്. കുഞ്ഞുങ്ങളെ എന്ന് പറഞ്ഞ് എഴുതുന്നത് അവിശ്വാസികളോടല്ല. എൻ്റെ കുഞ്ഞുങ്ങളെ, അവൻ പ്രത്യക്ഷനാകുമ്പം അവൻ്റെ മുമ്പിൽ ലജ്ജിതരാകാത്തൊരു കൂട്ടർ, അതാണ് ആദ്യത്തെ കൂട്ടർ. മറ്റേ കൂട്ടർ ലജ്ജിച്ച് പിന്മാറുന്ന ഒരു കൂട്ടരാണ്. ഇത് വിശ്വാസികളുടെ ഇടയിൽ തന്നെയുള്ള രണ്ട് കൂട്ടരാണ്. കർത്താവ് വരുമ്പം രണ്ട് കൂട്ടം ആളുകളുണ്ടായിരിക്കും. നിങ്ങൾക്കറിയാം നിങ്ങൾ ഏത് കൂട്ടത്തിലാണെന്ന്. ഒരു കൂട്ടർ അവർക്ക് ധൈര്യം ഉണ്ടായിരിക്കും. ധൈര്യത്തോടെ അതേ കർത്താവ് എന്ന് പറയും. നിരപ്പ് പ്രാപിക്കേണ്ടതൊക്കെ ഞങ്ങൾ നിരപ്പ് പ്രാപിച്ചിരിക്കുന്നു. മനുഷ്യനോടും ദൈവത്തോടുമുള്ള കാര്യങ്ങളിൽ എനിക്കൊരു ശുദ്ധ മനസ്സാക്ഷിയുണ്ട്. നന്ദി കർത്താവ്, ഞങ്ങൾ അങ്ങേക്കായിട്ട് കാത്തിരിക്കുകയായിരുന്നു, അങ്ങ് വന്നല്ലോ. എന്നാൽ മറ്റൊരു കൂട്ടർ വിശ്വാസികൾ, അവിശ്വാസികളെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. കർത്താവേ, ഞാൻ എൻ്റെ ഭാര്യയോട് ഇതുവരെ ക്ഷമ ചോദിച്ചില്ല, എൻ്റെ ഭർത്താവിനോട് ക്ഷമ ചോദിച്ചില്ല. നിൽക്ക് ഇപ്പോൾ വരരുതേ, ഞാൻ വഞ്ചിച്ചെടുത്ത ആ പണം ഇതുവരെ ഞാൻ തിരിച്ചു കൊടുത്തില്ല. കർത്താവെ, ഇപ്പോൾ വരരുത്, കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ട് വരാമോ? അവർ ലജ്ജിച്ച് പിന്മാറും. കാരണം അവരുടെ ജീവിതത്തിൽ ഇതുവരെയും നിരപ്പ് പ്രാപിക്കാത്ത കാര്യങ്ങളുണ്ട്. അവരതിന് സമയം ഒരിക്കലും കണ്ടെത്തിയില്ല. അവർ ലജ്ജിച്ച് പിന്മാറാനുള്ള ഒരേ ഒരു കാരണം അതാണ്. നിങ്ങളേത് കൂട്ടത്തിലാണ്? കർത്താവ് ഇന്ന് വരുമെന്നല്ല ഞാൻ പറയുന്നത്. എന്നാൽ അവൻ ഇന്ന് വന്നാൽ ഏത് കൂട്ടത്തിലായിരിക്കും നിങ്ങൾ? അവൻ ഇന്ന് വന്നാൽ നിൻ്റെ ജീവിതത്തിൽ നിരപ്പ് പ്രാപിക്കാത്ത ഏതെങ്കിലും കാര്യം കാണുമോ? മനുഷ്യനോടോ ദൈവത്തോടോ? എങ്കിൽ നിങ്ങൾ ലജ്ജിച്ച് പിന്മാറും. അതോ നിങ്ങൾ പറയുമോ, കർത്താവേ, ഞാൻ തയ്യാറായിരിക്കുന്നു അങ്ങയുടെ മുമ്പിൽ നിൽക്കാനായിട്ട്, എന്നെ ശോധന ചെയ്ത് നോക്കുക, അങ്ങയുടെ മുമ്പിൽ നിൽക്കാൻ ഞാൻ തയ്യാറാണ് ആ ന്യായവിധിക്കായി. എൻ്റെ മനസ്സാക്ഷി പൂർണ്ണമായിട്ടും ശുദ്ധമാണ്. എൻ്റെ പാപങ്ങളൊക്കെ ക്ഷമിക്കപ്പെട്ടു. എനിക്കറിയാവുന്ന പാപങ്ങളൊക്കെ ഞാൻ ഏറ്റുപറഞ്ഞു. മനുഷ്യനോടും ദൈവത്തോടുമുള്ള ബന്ധത്തിൽ അങ്ങയുടെ വരവിനായി ഞാൻ തയ്യാറായിരിക്കുന്നു. അത് നിങ്ങളുടെ ജീവിതത്തിൽ സത്യമായിരിക്കട്ടെ. മിക്കവാറും എല്ലാവരുടെയും കാര്യത്തിലല്ല, എല്ലാവരുടെയും കാര്യത്തിൽ. നിങ്ങൾ ഓരോരുത്തരുടെയും കാര്യത്തിൽ 600ഓളം ആളുകൾ ഇവിടെ ഇരുന്ന് കേൾക്കുന്നുണ്ടല്ലോ. ഒരു കൂട്ടത്തിൽ തന്നെ എത്രയോ കൂട്ടങ്ങളാണ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ ഗ്രൂപ്പിലും ഒരുപക്ഷെ 1000 പേര്. സഹോദരീസന്മാരെ, നിങ്ങളെല്ലാവരോടും ഞാൻ ഇന്ന് പറയുന്നത്, നിങ്ങൾ തയ്യാറായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ മനോഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ആത്മീയ അഭിവൃദ്ധി പ്രാപിക്കും. എങ്ങനെയാണ് പരിശുദ്ധാത്മാവിനെ നിറയാനായിട്ട് ദൈവത്തോട് ചോദിക്കുന്നത്? എഫേസ്യ ലേഖനം 5:18 ആത്മാവ് കൊണ്ട് നിറയണം എന്ന് നാം അവിടെ വായിക്കുന്നു. ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുന്നത്, നിങ്ങളൊരു വാക്യം വായിക്കുമ്പോൾ ആ വാക്യം മാത്രമല്ല വായിക്കേണ്ടത്. ഒരു കത്തിൽ നിന്ന് ഒരു വരി നിങ്ങൾ എടുത്താൽ, ഉദാഹരണത്തിന് നിങ്ങളുടെ പിതാവ് 10 പേജുള്ള ലെറ്റർ എഴുതുന്നു, 5ാമത്തെ പേജിൽ നിന്ന് ഒരു വരി നിങ്ങൾ എടുക്കുന്നു, അത് നിങ്ങൾക്ക് മനസ്സിലാകില്ല. ആ കത്ത് മുഴുവനും വായിക്കുക, ആ വരിയുടെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്ക് അപ്പം മനസ്സിലാവും. നിങ്ങൾക്കറിയാമല്ലോ. അതുകൊണ്ട് ആത്മാവ് കൊണ്ട് നിറയുക എന്ന് പറഞ്ഞാൽ, ഈ വാക്യത്തിന് ശേഷം എന്താ പറയുന്നത്? ആത്മാവ് കൊണ്ട് നിറയുന്നതിൻ്റെ ഫലം എന്താ? നിങ്ങൾ ആത്മാവ് കൊണ്ട് നിറഞ്ഞു കഴിയുമ്പം ഒന്നാമത്തെ കാര്യം, ഞാൻ ദൈവത്തെ സ്തുതിക്കും. 20ാം വാക്യം, എല്ലാത്തിനും വേണ്ടി എപ്പോഴും സ്തോത്രം ചെയ്യും. ഓഹോ, ഞാൻ പരിശുദ്ധാത്മാവോട് നിറഞ്ഞാൽ അതായിരിക്കും സംഭവിക്കുന്നത്. ആത്മാവോട് നിറഞ്ഞെന്ന് നിങ്ങൾക്ക് അങ്ങനെ അറിയാം. ചിലർ പറയും അന്യഭാഷ പറയും. ശരി, 1 കൊരിന്ത്യർ 12ാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അന്യഭാഷയുടെ വരം ചിലർക്ക് മാത്രമേ ലഭിക്കുന്നുള്ളൂ. അപ്പോസ്തലനാകാനുള്ള വരം ചിലർക്ക് മാത്രമേ ലഭിക്കുന്നുള്ളൂ. എല്ലാവരും അപ്പോസ്തലനല്ല. പഠിപ്പിക്കാനുള്ള വരം എല്ലാവർക്കും ഇല്ല. എല്ലാവരും സുവിശേഷകരല്ല. സൗഖ്യമാക്കാനുള്ള വരം എല്ലാവർക്കും ഇല്ല. എല്ലാവരും അന്യഭാഷയിൽ സംസാരിക്കുന്നുമില്ല. 1 കൊരിന്ത്യർ 12ാം അധ്യായം അത് വളരെ വ്യക്തമാണ്. എല്ലാവരും അന്യഭാഷയിൽ സംസാരിക്കുന്നു. 1 കൊരിന്ത്യർ 12ാം അധ്യായം അതിൻ്റെ 28ാം വാക്യം, 29ാം വാക്യവും 30ാം വാക്യവും. 1 കൊരിന്ത്യർ 12ന്റെ 28, 29, 30. എല്ലാവർക്കും എല്ലാ വരങ്ങളും ഇല്ല. ചിലർ അന്യഭാഷയിൽ സംസാരിക്കുന്നു, ചിലർക്ക് സൗഖ്യമാക്കാനുള്ള വരമുണ്ട്, ചിലർക്ക് അപ്പോസ്തലനാകാൻ ഉള്ള വരമുണ്ട്. എല്ലാവരും പറയും എനിക്ക് അപ്പോസ്തലനാകണ്ട. ദൈവം അങ്ങനെ ആക്കുന്നെങ്കിൽ ശരി,
പഠിപ്പിക്കാനുള്ള വരം എനിക്കില്ല. എന്തുകൊണ്ടാണ് നാം ഒരു വരം മാത്രം തിരഞ്ഞെടുക്കുന്നത്? കാരണം ചില ക്രിസ്ത്യാനികൾ അങ്ങനെയാണെന്ന് പഠിപ്പിക്കുന്നു. എല്ലാ വിശ്വാസികളിലും സൗഖ്യമാക്കാനുള്ള വരം ഉണ്ടായിരിക്കണമെന്ന് പഠിപ്പിക്കുന്ന പോലാണത്. പ്രാർത്ഥിക്കുമ്പോഴൊക്കെയും എല്ലായ്പ്പോഴും ആളുകളെ സൗഖ്യമാക്കാനുള്ള വരമുള്ളവരെ ഞാൻ കണ്ടിട്ടില്ല. ചിലപ്പം ദൈവം സൗഖ്യമാക്കുന്നു, ഞാൻ പൂർണ്ണമായിട്ടും അംഗീകരിക്കുന്നു. ചിലപ്പോൾ അവൻ സൗഖ്യമാക്കുന്നുമില്ല. നാം യാഥാർത്ഥ്യമുള്ളവരായിരിക്കണം. നമ്മൾ പ്രാർത്ഥിക്കണം ദൈവത്തിൻ്റെ ഹിതത്തിനായിട്ട്, സൗഖ്യത്തിനായിട്ട് നാം പ്രാർത്ഥിക്കണം. എന്നാൽ നാം പറയണം, എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം. എഫേസ്യ ലേഖനം 5:18. നാം നന്ദി പറയണം. പരിശുദ്ധാത്മാവിൽ നാം നിറഞ്ഞു എന്നുള്ളതിൻ്റെ ഒന്നാമത്തെ ലക്ഷണമാണ്. എല്ലാത്തിനായിട്ടും എപ്പോഴും നന്ദി പറയുക. അതിനർത്ഥം എപ്പോഴും എനിക്ക് നന്ദിയുള്ള ഒരു ആത്മാവുണ്ടായിരിക്കണം. നന്ദി പറയുന്നതിൻ്റെ എതിരായിട്ടുള്ള കാര്യം എന്താണ്? വെളുപ്പിൻ്റെ എതിരായിട്ടുള്ള കാര്യം എന്താണ്? കറുപ്പ്. വെളിച്ചത്തിൻ്റെ എതിരെന്താണ്? ഇരുട്ട്. ഇതുപോലെ നന്ദി കരയറ്റുന്നതിൻ്റെ എതിര് എന്താണ്? പിറുപിറുക്കുന്നത്, പരാതിപ്പെടുന്നത്, അതൃപ്തി. വളരെ വ്യക്തമല്ലേ? വെളിച്ചത്തിൻ്റെ എതിരെന്താണെന്നോ ഇരുട്ടിൻ്റെ എതിരെന്താണെന്നോ ചോദിക്കുന്നത് പോലെ മാത്രമുള്ള കാര്യമാണ്. അതുകൊണ്ട് എനിക്കെങ്ങനെ അറിയാം നന്ദിയുടെ ഒരാത്മാവ് എനിക്കുണ്ടോയെന്ന്? പിറുപിറുക്കുന്നതും പരാതിപ്പെടുന്നതും ഒക്കെ നിങ്ങൾ അവസാനിപ്പിച്ചിട്ടുണ്ടോ? നന്ദിയുടെ ഒരാത്മാവ്. വായു തുറന്ന് ഞാൻ എപ്പോഴും നന്ദി നന്ദി എന്ന് പറയുന്നതല്ല. എനിക്ക് നന്ദിയുള്ള ഒരാത്മാവ് ഉണ്ടായിരിക്കണം. ഒന്നിനെക്കുറിച്ച് എനിക്ക് പരാതിയില്ല. ഞാൻ ആഗ്രഹിച്ച പോലെ പ്രതീക്ഷിച്ച പോലെ അല്ല ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്ന് കരുതുക. ഞാൻ പറയും, ശരി കർത്താവേ നന്ദി. കാരണം റോമർ 8:28 പറഞ്ഞിട്ടുണ്ട്, സകലതും എൻ്റെ നന്മയ്ക്കായിട്ട് അവൻ രൂപാന്തരപ്പെടുത്തുന്നു. അതുകൊണ്ട് ഞാൻ ദൈവത്തിന് നന്ദി കരയറ്റും. ഒരു പക്ഷേ അത് വേദനയുള്ളതായിരിക്കാം, എന്നാൽ അതെൻ്റെ നന്മയ്ക്കായിട്ട് തീരും. വളരെ വേദന ഉളവാക്കുന്ന പല കാര്യവും എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അതൊക്കെ എൻ്റെ നന്മയ്ക്കായിട്ട് തീർന്നു. ആ വേദന ഉളവാക്കുന്ന കാര്യങ്ങൾ എൻ്റെ തിരഞ്ഞെടുപ്പായിരുന്നില്ല, എന്നാൽ അതെൻ്റെ നന്മയ്ക്കായിട്ട് തീർന്നു. അതെന്നെ ശക്തനാക്കി. ഞാൻ രോഗിയായി തീർന്നിട്ടുണ്ട്. ആളുകൾ എന്നെ പീഡിപ്പിച്ചിട്ടുണ്ട്. ആളുകൾ എന്നെ പിശാചെന്ന് വിളിച്ചിട്ടുണ്ട്. കോടതി കയറ്റിയിട്ടുണ്ട്. എൻ്റെ വിശ്വാസത്തിന് വേണ്ടി നിന്നതുകൊണ്ടാണത്. എന്നാൽ അതെല്ലാം എൻ്റെ നന്മയ്ക്കായിട്ട് തീർന്നു. അങ്ങനെ സംഭവിച്ച എല്ലാ കാര്യങ്ങളും റോമർ 8:28 100% സത്യമായിരുന്നു. ഞാൻ ക്രിസ്ത്യാനിയായിരുന്ന 64 വർഷവും അതെൻ്റെ ജീവിതത്തിൽ സത്യമായിരുന്നു. ഒന്നും ഞാൻ അർത്ഥമാക്കി പറയുകയാണ്, എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒന്നും എൻ്റെ നന്മയ്ക്കാകാതിരുന്നിട്ടില്ല, ഒരു ചെറിയ കാര്യം പോലും. അതുകൊണ്ട് ഞാൻ എല്ലാ സാഹചര്യത്തിലും ദൈവത്തിന് നന്ദി കരയറ്റും. നമുക്കിവിടുന്ന് മുന്നോട്ട് പോകാം. നീ പരിശുദ്ധാത്മാവോട് നിറയുമ്പം, അതിനുവേണ്ടി നിങ്ങൾ അന്വേഷിക്കുമ്പോൾ, ഇങ്ങനെ ഒരു ജീവിതമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അന്യഭാഷ പറയാൻ വേണ്ടിയാണ് ചിലർ പരിശുദ്ധാത്മാവിനെ അന്വേഷിക്കുന്നത്. ഞാൻ ചോദിക്കാതെ തന്നെ ദൈവം അന്യഭാഷയുടെ വരം എനിക്ക് തന്നു. അത് നല്ലൊരു വരമാണ്. ആർക്ക് കൊടുക്കണമെന്ന് ദൈവം തീരുമാനിക്കുന്നു. സൗഖ്യമാക്കാനുള്ള വരം ഇതുപോലെയാണ്. ആർക്ക് കൊടുക്കണമെന്ന് ദൈവം തീരുമാനിക്കും. പഠിപ്പിക്കാനുള്ള വരം ദൈവം എനിക്ക് നൽകി. അതെങ്ങനെ എനിക്കറിയാം? അത് ഞാൻ ദൈവവചനം പഠിപ്പിക്കുമ്പോൾ അവർക്ക് മനസ്സിലാകുന്നു. അങ്ങനെയാണ് ആ വരം ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ എല്ലാവർക്കും ദൈവം അത് കൊടുക്കുന്നില്ല. എൻ്റെ ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാകണമെന്നാണ്. എല്ലാവർക്കും എന്നേക്കാൾ 10 മടങ്ങ് ആ വരം കിട്ടണമെന്നാണ് എൻ്റെ ആഗ്രഹം. എന്നാൽ ഞാൻ മനസ്സിലാക്കുന്നു, എല്ലാവർക്കും ദൈവം അത് കൊടുക്കുന്നില്ല. ഇതുപോലെ അന്യഭാഷ വരവും എല്ലാവർക്കും കൊടുക്കുന്നില്ല. നിനക്ക് ദൈവം തന്ന വരം നീ അംഗീകരിക്കണം. 1 കൊരിന്ത്യർ 12:28 പറയുന്ന ഒരു വരം ആരും ദൈവത്തോട് ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. ആ വരം എന്താണെന്നറിയാമോ? സഹായിക്കാനുള്ള വരം. 1 കൊരിന്ത്യർ 12:28 പറയുന്ന ഒരു വരമാണ്. സൗഖ്യമാക്കാനുള്ള വരത്തിന് ശേഷം സഹായിക്കാനുള്ള വരം. ആ വരത്തിന് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? കർത്താവേ, സഹായിക്കാനുള്ള വരം എനിക്ക് തരണേ. ആവശ്യത്തിലുള്ള ആളുകളെ എപ്പോഴും സഹായിക്കാനുള്ള വരം. അങ്ങനെയുള്ള ചില സഹോദരന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരൊരാവശ്യം കണ്ടാൽ മറ്റാരും കാണുന്നതിന് മുമ്പ് അവരവിടെ പോയി അവരെ സഹായിക്കും. സഭയിലൊരു ആവശ്യം അവർ കണ്ടാൽ അവർ കാഹളമൂതാതെ മറ്റാരും ശ്രദ്ധിക്കാതെ വണ്ണം അത് പോയി ചെയ്തു കൊടുക്കും. ഓ, അങ്ങനെയുള്ള സഹോദരന്മാരെ ഞാൻ ബഹുമാനിക്കുന്നു. ആരും അവരെ ശ്രദ്ധിക്കുന്നില്ല. യാദൃച്ഛികമായിട്ട് ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഈ സഹായിക്കാനുള്ള വരമുള്ള സഹോദരന്മാർക്കായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അതിനുവേണ്ടി ആഗ്രഹിക്കുക. ഇങ്ങനെയുള്ള വരത്തിൻ്റെ വലിയൊരു ആവശ്യ സഭയിലുണ്ട്. അതാണ് 1 കൊരിന്ത്യർ നാം കാണുന്നത്. അതുകൊണ്ട് എപ്പോഴും നന്ദി കരയറ്റുക. ഇനിയും പറയുന്ന കാര്യം പറയാനായിട്ടാണ് ഞാൻ വന്നത്. നിങ്ങൾ ആത്മാവുകൊണ്ട് നിറയുമ്പം, ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ ആത്മാവുകൊണ്ട് നിറയുമ്പം ഇങ്ങനൊരു ജീവിതമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? എങ്കിൽ ആത്മനിറവിനായിട്ട് അന്വേഷിക്കുക. ആത്മാവുകൊണ്ട് നിറയുക. കർത്താവെ, എഫേസ്യർ 5:20 പറയുന്ന ഈ ജീവിതം എനിക്ക് വേണം. എനിക്കെപ്പോഴും നന്ദി പറയണം. അതുപോലെ കർത്താവെ, 22-ാം വാക്യം പറയുന്ന പോലെ ഇപ്രകാരമുള്ള ഒരു ഭാര്യയായിരിക്കണം. എൻ്റെ ഭർത്താവിന് എപ്പോഴും കീഴടങ്ങിയിരിക്കുന്ന ഒരാൾ. ഓ,
വിവാഹിതരായ സഹോദരിമാരെ, ഇതിനാണോ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ അന്വേഷിക്കുന്നത്? എന്നോട് പറയേണ്ട ദൈവത്തോട് പറയുക. നീ ഭർത്താവിന് കീഴടങ്ങാത്ത ഒരു മത്സരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അവനോട് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണോ? നീ ആത്മാവുകൊണ്ട് നിറഞ്ഞാൽ മനോഹരമായിരിക്കും. കർത്താവെ, എനിക്ക് കീഴ്പ്പെടുന്ന ഒരു ഭാര്യയായിരിക്കണം. അതിനാണ് എനിക്ക് പരിശുദ്ധാത്മാവിന് നിറവ് വേണ്ടിയത്. ഇതിനു വേണ്ടിയാണ് പരിശുദ്ധാത്മാവ് നിറവ് നിങ്ങൾ അന്വേഷിക്കുന്നതെങ്കിൽ നിങ്ങൾ ഭാഗ്യവതികളാണ്. ഞാനീ പ്രസംഗിക്കുന്ന കാര്യം കേൾക്കുന്ന ഭർത്താക്കന്മാർ വളരെ സന്തുഷ്ടരായിരിക്കും. എന്നാൽ നിങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് ആത്മാവുകൊണ്ട് നിറയണോ? എന്തിനു വേണ്ടി? 25-ാം വാക്യം, എഫേസ്യർ 5:25. കർത്താവെ, അങ്ങ് സഭയെ സ്നേഹിച്ചതുപോലെ എനിക്ക് എൻ്റെ ഭാര്യയെ സ്നേഹിക്കണം. നിങ്ങളുടെ ജീവൻ വെച്ചുകൊണ്ട് മരിക്കാൻ തയ്യാറായി നിന്റെ ഇഷ്ടം വിട്ടുകൊണ്ട്. കർത്താവെ, ഇതുവരെ എനിക്ക് അങ്ങനെ ജീവിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവൾക്ക് വേണ്ടി മരിക്കാൻ തക്കവണ്ണം അവളെ ഞാൻ ഇതുവരെയും സ്നേഹിച്ചിട്ടില്ല. എൻ്റെ എല്ലാ അവകാശവും വിട്ട് കളഞ്ഞുകൊണ്ട്. കർത്താവെ, അതിനുവേണ്ടി നിൻ്റെ ആത്മാവുകൊണ്ട് എന്നെ നിറയ്ക്കണേ. ഓ, നീ അനുഗ്രഹിക്കപ്പെട്ട ഒരാളാണ്. ഓ, ഇതിനു വേണ്ടിയാണോ നീ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് അന്വേഷിക്കുന്നത്? ഒരുപക്ഷെ നീ ഒരു പിതാവായിരിക്കാം. ഓ കർത്താവേ, എഫേസ്യ ലേഖനം 6 പറയുന്ന പോലെ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ, അതിൻ്റെ 4-ാം വാക്യം, നിങ്ങളുടെ മക്കളെ നിങ്ങൾ കർത്താവിൻ്റെ ബാലശിഷ്യയിലും പത്യോപദേശത്തിലും പോറ്റി വളർത്തുക. എൻ്റെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. കർത്താവെ, എന്നോട് ക്ഷമിക്കണേ. ഈ കാര്യത്തിനാണ് ഞാൻ പരിശുദ്ധാത്മാഭിഷേകം അന്വേഷിച്ചിട്ടില്ല. ഞാൻ പരിശുദ്ധാത്മാഭിഷേകം അന്വേഷിച്ചത് അന്യഭാഷ പറയാനും പ്രസംഗിക്കാനുമാണ്. എന്നാൽ ഇവിടെ പറയുന്നത് ആത്മാവിൽ നിറയുവിൻ എന്ന് പറഞ്ഞിട്ട് 6:4 കർത്താവിൻ്റെ ബാലശിഷ്യയിലും പത്യോപദേശത്തിലും കുഞ്ഞുങ്ങളെ വളർത്താനാണ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളിൽ മിക്കവർക്കും മക്കളുണ്ട്. എങ്ങനെയാണ് നിങ്ങൾ അവരെ വളർത്തുന്നത്? ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല, ദയവായിട്ട് കേൾക്കുക. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു സഹോദരനായിട്ടാണ്. എവിടെയാണ് നിങ്ങളുടെ മക്കൾ ഇന്ന്? അവർ കർത്താവിനെ അനുഗമിക്കുന്നുണ്ടോ? നിങ്ങൾ ആത്മാവുകൊണ്ട് നിറയാനായിട്ട് പ്രാർത്ഥിക്കുക. അങ്ങനെ നിങ്ങൾക്ക് ജ്ഞാനം കിട്ടും. നിങ്ങൾ പറയും, സഹോദര, എൻ്റെ വിവാഹത്തിൻ്റെ ആദ്യ നാളുകളിൽ എനിക്ക് ജ്ഞാനം കുറവായിരുന്നു, ഞാനിത് ഗൗരവമായിട്ട് എടുത്തില്ല. സാരമില്ല, നിങ്ങൾക്ക് ജീവനുള്ള കാലത്തോളം നിങ്ങൾക്ക് പ്രത്യാശയുണ്ട്. ഇങ്ങനെ പറയാറുണ്ടല്ലോ, ജീവൻ നിങ്ങൾക്കുണ്ടോ, പ്രത്യാശ നിങ്ങൾക്കുണ്ട്. ഇതുവരെ നിങ്ങൾ മരിച്ചിട്ടില്ല. നിങ്ങളുടെ മക്കളും ജീവനോടെ ഉണ്ട്. ഇപ്പോഴും നിങ്ങൾക്ക് പ്രത്യാശിക്കാം. യേശുവിൻ്റെ നാമത്തിൽ പറയട്ടെ, ഇനിയും നിങ്ങളുടെ മക്കളെക്കുറിച്ച് പ്രതീക്ഷയുണ്ട്. അവരെത്രയധികം പിന്മാറ്റത്തിലാണെങ്കിലും ആത്മാവുകൊണ്ട് നിറയാനായിട്ട് ഇന്ന് നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവത്തിനൊരു അത്ഭുതം ചെയ്യാൻ കഴിയും. ദൈവത്തിൻ്റെ ആവശ്യകതയിലേക്ക് വിവിധ സാഹചര്യങ്ങളോട് അവരെ എത്തിക്കാനായിട്ട് ദൈവത്തിന് ഇന്നും സാധ്യമാണ്. അവർ നിങ്ങളുടെ അടുക്കിലേക്ക് വന്ന് ചോദിക്കും, പപ്പ, എനിക്ക് ഈ കർത്താവിനെ വേണം. ഇപ്രകാരം അവർ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങളുടെ ഹൃദയത്തിൽ എത്ര സന്തോഷമുണ്ടാകും. ഇത് ചെയ്യാൻ ദൈവത്തിന് കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നു. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ചെറുതാണെങ്കിൽ ദൈവത്തിന് സ്തോത്രം, അവർ നിങ്ങളോടൊപ്പം ഉണ്ട്. നിങ്ങൾ അവർക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ ശുശ്രൂഷയുടെ പ്രധാന ഭാഗമാണത്. എൻ്റെ ജീവിതത്തിൻ്റെ ഒത്തിരി വർഷങ്ങളാണ് ഇവിടെയും അവിടെയും അനേക രാജ്യങ്ങളിൽ ഞാൻ സഞ്ചരിച്ചുകൊണ്ടിരുന്നു. എൻ്റെ ജീവിതത്തിൻ്റെ പകുതി സമയം ഞാൻ എൻ്റെ കുടുംബത്തിൽ നിന്ന് ദൂരെയായിരുന്നു. ഇന്ത്യയിലെ ദരിദ്രമായ ഗ്രാമങ്ങളിലായിരുന്നു അതിൽ മിക്ക സമയവും. ഒരിക്കലും പണത്തിന് വേണ്ടിയല്ല ഞാനത് ചെയ്തത്. ഞാൻ ആളുകളിൽ നിന്ന് പണം വാങ്ങാറില്ല, ഞാൻ ശമ്പളം എടുക്കാറില്ല, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് കത്ത് വായിച്ചിട്ടില്ല. എന്നാൽ ഞാനും എൻ്റെ ഭാര്യയും തീരുമാനിച്ചു, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കർത്താവിനെ സ്നേഹിക്കുന്നവരായി വളർത്തണമെന്നുള്ള കാര്യം. അതായിരുന്നു ഒന്നാമത്തെ ആഗ്രഹം. ഒരിക്കൽ ഞാൻ കർത്താവിനോട് പറഞ്ഞു, ഞാൻ പല സ്ഥലങ്ങളിൽ പോകുന്നു, ഞാൻ അങ്ങയുടെ കുടുംബകാര്യം നോക്കുന്നു, എൻ്റെ കുടുംബത്തിൻ്റെ കാര്യം അങ്ങ് നോക്കണേ. ഞാൻ അങ്ങയുടെ രാജ്യത്തിനായി ജീവിക്കുന്നുണ്ട്, എൻ്റെ കുടുംബകാര്യം അവിടെ നോക്കണേ. അവൻ ഞങ്ങളെ കരുതി. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, എൻ്റെ കുടുംബത്തിൻ്റെ കാര്യം അവൻ നോക്കി. അവൻ ഞങ്ങളെ അനുഗ്രഹിച്ചു. ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുക. അവൻ്റെ രാജ്യത്തിന്, നിനക്ക് വേണ്ടി അവൻ അത്ഭുതം ചെയ്യും. ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ എനിക്കൊന്നും നഷ്ടമായിട്ടില്ല. അവൻ്റെ വേലയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട്. കർത്താവ്, എൻ്റെ ജീവിതത്തിൽ അവിടുത്തെ വേലയാണ് ഒന്നാമത്. എനിക്ക് വേണ്ടി അവിടുന്ന് കരുതണേ. ഞാൻ പറയട്ടെ, 55 കൊല്ലത്തെ വിവാഹ ജീവിതത്തിൽ എനിക്ക് ചെയ്യാൻ കഴിയുന്നതിൽ എത്രയോ മെച്ചമായിട്ട് അവൻ എന്നെ കരുതി. ആത്മാവുകൊണ്ട് നിറയുക. ഇതിനു വേണ്ടിയാണ് എനിക്ക് ആത്മാവിൻ്റെ നിറവിൻ്റെ ആവശ്യമുള്ളത്.
ഒരു ദൈവിക കുടുംബം പണിയാനായിട്ട്, ഈ ദുഷ്ടതലമുറയിൽ ഈ കാര്യം വെളിപ്പെടുത്താനായിട്ട് ഭർത്താവിനും ഭാര്യയ്ക്കും എങ്ങനെ സ്നേഹത്തോടെ ജീവിക്കാൻ കഴിയും, എങ്ങനെ ദൈവഭക്തിയുള്ള മക്കളെ വളർത്താൻ കഴിയും. പ്രാർത്ഥിക്കുക, ദൈവത്തോട് നിലവിളിക്കുക, നിങ്ങൾ പരിശുദ്ധാത്മാവോട് നിറയാൻ. നിങ്ങൾ എത്രത്തോളം പരാജിതനാണെങ്കിലും ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതം മുഴുവൻ നിങ്ങളൊരു പരാജയമായിരിക്കാം. ദൈവം കരുണയുള്ളവനാണ്. ഒരുപക്ഷെ നിങ്ങൾ ചെറുപ്പമായിരുന്നപ്പോൾ ഈ സത്യമൊന്നും നിങ്ങൾ ഒരിക്കലും കേട്ട് കാണുകയില്ല. ദൈവത്തിനതറിയാം. നിങ്ങളിപ്പോൾ കേൾക്കുന്ന വർഷങ്ങൾക്ക് മുമ്പ് കേട്ടിരുന്നെങ്കിൽ നിങ്ങളത് ഗൗരവമായിട്ട് എടുക്കുമായിരിക്കും. സാരമില്ല, ഇന്ന് തൊട്ടത് ഗൗരവമായിട്ട് എടുക്കുക. കർത്താവെ, കഴിഞ്ഞു പോയതിനെക്കുറിച്ച് എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഇന്നു മുതൽ ഞാനത് ഗൗരവമായിട്ടെടുക്കും. എങ്കിൽ നിൻ്റെ ജീവിതത്തിലും നിൻ്റെ കുടുംബജീവിതത്തിലും ആത്മീയ പുരോഗതി ഉണ്ടാവും. നിൻ്റെ ഭാര്യയോടുള്ള ബന്ധത്തിൽ, നിൻ്റെ കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ എന്ന് മാത്രമല്ല, ദൈവത്തിൻ്റെ രാജ്യത്തിന് വേണ്ടി അവന് നിന്നെ ഉപയോഗിക്കാൻ കഴിയും. ദൈവരാജ്യത്തിന് പ്രയോജനകരമായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ പ്രസംഗിക്കുന്ന ഒരു കാര്യമല്ലത്. ഒട്ടും പ്രസംഗിക്കാൻ അറിയാത്ത ചില സഹോദരന്മാരെ എനിക്കറിയാം. എന്നാൽ അവർ സഭയ്ക്ക് വലിയൊരു അനുഗ്രഹമാണ്. സഹായിക്കാനുള്ള വരം അവർക്കുണ്ട്. അവരില്ലാതെ ആ സഭയ്ക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല. മനുഷ്യൻ്റെ ശരീരത്തിൽ നിന്ന് ഞാനൊരു മോമ പറയാം. സഭയെന്ന് പറയുന്ന ക്രിസ്തുവിൻ്റെ ശരീരമാണ്. നിങ്ങൾക്ക് ശക്തമായ ഒരു ഭുജമുണ്ട്. ഭുജമെന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് ഭുജത്തിൻ്റെ മുകൾ ഭാഗം. എൻ്റെ ഭുജത്തിൻ്റെ മുകൾ ഭാഗം വളരെ ശക്തവും മസിലുള്ളതുമാണ്. എൻ്റെ കൈകളും വളരെ ശക്തമാണ്. എന്നാൽ എൻ്റെ ഈ മുട്ട് ശരിയായിട്ട് പ്രവർത്തിക്കുന്നില്ല. അത് മടക്കാൻ പറ്റുന്നില്ല. എങ്കിൽ എൻ്റെ ശക്തമായ ഈ കൈകളും ആ കൈയുടെ മുകൾ ഭാഗം എങ്ങനെ ആയിരിക്കും? അതിങ്ങനെ ആയിരിക്കും. എനിക്കൊന്നും എടുക്കാൻ പറ്റില്ല. അതിങ്ങനെ ഇരിക്കും. എൻ്റെ മുട്ട് എനിക്ക് മടക്കാൻ പറ്റുന്നില്ല. അനേകരുടെയും പ്രശ്നം ഇതാണ്. ബന്ധങ്ങൾ, ഭാര്യയും ഭർത്താവും ശക്തരായ വിശ്വാസികൾ, അവർക്ക് ധാരാളം ദൈവവചനം അറിയാം, നന്നായിട്ട് പാടും. എന്നാൽ അത് തമ്മിൽ ബന്ധിപ്പിക്കുന്ന മുട്ട് അത് പ്രവർത്തിക്കുന്നില്ല, വഴക്കമില്ല. ഭർത്താവ് വളരെ ശക്തനാണ്, ഭാര്യ അതിനേക്കാൾ ശക്തയാണ്. എന്നാൽ തമ്മിലൊരു ബന്ധവുമില്ല, ജോയിൻ്റ് പ്രവർത്തിക്കുന്നില്ല. വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. നോക്കൂ, ഇവിടെ എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ എന്താണ് പറയുന്നത്? 16-ാമത്തെ വാക്യത്തിൽ. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 16-ാം വാക്യം. ഞാൻ ആശയങ്ങളല്ല പറയുന്നു. ശരീരം മുഴുവൻ യുക്തമായി ചേർന്നും ഏകീഭവിച്ചും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഈ ശരീരം മുഴുവൻ യുക്തമായി ചേർന്ന് ഏകീകരിച്ച് എങ്ങനെ പ്രവർത്തിക്കുന്നു? അത് ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് തമ്മിൽ യോജിപ്പിക്കുന്ന ഈ സന്ധികളാലാണ്. കാലിൻ്റെ മുട്ട് അതൊരു സന്ധിയാണ്. അത് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നടക്കാൻ കഴിയില്ല. നിങ്ങളുടെ കൈയുടെ മുട്ട ഒരു സന്ധിയാണ്. അതുപോലെയാണ് നിങ്ങളുടെ വിരലുകളും. നിങ്ങൾക്ക് ശക്തമായ വിരലുകൾ ഉണ്ടായിരിക്കും, എന്നാൽ സന്ധികൾ പ്രവർത്തിക്കുന്നത് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. സന്ധികൾ എന്താണ് പറയുന്നത്? കൂട്ടായ്മ. നിൻ്റെ ഭാര്യയോടുള്ള കൂട്ടായ്മ എങ്ങനെ? നിൻ്റെ മക്കളോടുള്ള കൂട്ടായ്മ എങ്ങനെയാണ്? ഓ, ഞാൻ കർത്താവിൽ ശക്തനാണെന്നല്ല പറയണ്ടേ. സഹോദരൻ്റെ കൂട്ടായ്മ എങ്ങനെയാണ്? നിൻ്റെ ഭാര്യയോടും മക്കളോടും കൂട്ടായ്മ ഉണ്ടാക്കാൻ ശ്രമിക്കുക. ആത്മീയ പുരോഗതി ഇല്ലാതിരിക്കുന്ന ഒരു കാരണം ഇതാണ്. ഞാൻ നിങ്ങളെ ആരെയും കുറ്റപ്പെടുത്തുകയല്ല, ഞാൻ എന്നെ തന്നെയാണ് വിധിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ തീരുമാനിച്ചു, ഞാൻ എല്ലാ ദിവസവും എന്നെ തന്നെ വിധിക്കുമെന്ന്. അതിന് കാരണം ഇതാണ്. ഞാൻ 100% യേശുവിനെ പോലെ ആയിട്ടില്ല. ഞാൻ മുന്നോട്ട് പോവുകയാണ്. 10 കൊല്ലം മുമ്പലത്തേക്കാൾ ഞാൻ കൂടുതൽ യേശുവിനെ പോലെ ഇപ്പോൾ ആയിട്ടുണ്ട്, അല്ലെങ്കിൽ 50 കൊല്ലത്തേക്കാൾ. ഞാൻ പ്രതീക്ഷിക്കുന്ന കഴിഞ്ഞ കൊല്ലത്തേക്കാൾ അധികം. എന്നാൽ ഞാൻ പൂർണ്ണമായിട്ട് യേശുവിനെ പോലെ ആയിട്ടില്ല. എനിക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ടോ? അവിടെ എത്താനുള്ള മാർഗം എന്താ? ഞാൻ എന്നെ തന്നെ വിധിക്കണം. എവിടെയാണ് ഇനിയും ഞാൻ അങ്ങേ പോലെ ആകാത്തത്? എന്നെ സഹായിക്കണം. ഇത്രയും ഞാൻ നിങ്ങളോട് പറയുന്നുള്ളൂ. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എന്താണ് ആത്മീയ പുരോഗതി? അത് കൂടുതൽ യേശുവിനെ പോലെ ആകുന്നതാണ്. നമ്മുടെ സ്വഭാവത്തിൽ, നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ ആന്തരിക മനോഭാവങ്ങളിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്ന എന്തുദ്ദേശത്തോടെയാണോ അതാണ് ആത്മീയ പുരോഗതി. നമ്മൾ എല്ലാവരും പൂർണ്ണ ഹൃദയത്തോടെ ഈ കാര്യം പറയും, കർത്താവെ, ഞാൻ ഇതുവരെ അങ്ങേപ്പോലെ ആയിട്ടില്ല പല മേഖലയിലും. എന്നാൽ കർത്താവെ, എനിക്ക് മുന്നേറണം. ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുകയാണ്. ഞാൻ എന്നെ തന്നെ ഉത്സാഹിപ്പിക്കുന്ന പോലെ. അതിന് ഞാൻ എന്നെ തന്നെ വിധിക്കണം.
മറ്റുള്ളവരെ എനിക്ക് വിധിക്കണ്ട. മറ്റുള്ളവരെ പ്രബോധിപ്പിക്കണം. ഞാനിപ്പോൾ ചെയ്യുന്ന അതാണ്. ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ മറ്റുള്ളവരെ അതിനുവേണ്ടി വെല്ലുവിളിക്കണം. എന്നാൽ ഞാൻ നിങ്ങളുടെ ആരെയും വിധിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം നിങ്ങളുടെ ജീവിതത്തെപ്പറ്റി എനിക്കറിയില്ല. ഞാൻ സാധാരണ പറയാറുള്ള ഒരു കാര്യമാണ്, നമ്മളെങ്ങനെ വീട്ടിൽ ജീവിക്കുന്ന ആളുകൾക്കറിയില്ല. ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. നിൻ്റെ ചിന്താജീവിതം എങ്ങനെയാണെന്ന് നിൻ്റെ ഭാര്യയ്ക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. നിൻ്റെ ചിന്താജീവിതത്തിലെ പരാജയമല്ല അവളോട് പറയണമെന്നല്ല. ഞാൻ പറയുന്ന അവൾക്കറിയില്ലെന്നാണ്. നമ്മുടെ പാപം ദൈവത്തോടല്ലാതെ മറ്റാരോടും ഏറ്റു പറയേണ്ട ആവശ്യമില്ല. നാം മറ്റൊരാളോട് നമ്മുടെ പാപത്തെക്കുറിച്ച് പറയേണ്ടത് അവനെതിരെ നാം ഒരു പാപം ചെയ്യുമ്പോഴാണ്. നിൻ്റെ ഭാര്യയെ നീ മുറിപ്പെടുത്തെങ്കിൽ അവളോട് നീ ഏറ്റു പറയണം. നിൻ്റെ ചിന്താജീവിതത്തിൽ പറ്റിപ്പോയ പാപത്തെക്കുറിച്ച് എൻ്റെ ഭാര്യയോട് പറയണ്ട. അവളൊരു സ്ത്രീയാണ്, അവൾക്കത് മനസ്സിലാകില്ല. ഞാൻ നിങ്ങളോട് പറയുന്ന ഇതാണ്, നിൻ്റെ പാത്രത്തിൽ എണ്ണയുണ്ടോ? ആ ആന്തരിക ജീവിതം നിൻ്റെ ഹൃദയത്തിലൂടെ എന്താ പോകുന്നു? നിൻ്റെ ചിന്താജീവിതം ഗൗരവമായി സൂക്ഷിക്കാൻ നിനക്ക് എത്ര ഉത്സാഹമുണ്ട്? അതാണ് ആ പാത്രത്തിലെ എണ്ണ. നല്ല ഒരു ചിന്താജീവിതം ഉണ്ടാകാൻ കർത്താവെ നിൻ്റെ ആത്മാവ് കൊണ്ട് എന്നെ നിറയ്ക്കണേ. അങ്ങനെ എല്ലാ കാര്യത്തോടും ക്രിസ്തുതുല്യമായ ഒരു മനോഭാവം എനിക്കുണ്ടാവും. പരിശുദ്ധാത്മാവിൽ നിറയുന്നതിൻ്റെ രഹസ്യം ഇവിടെയാണ്. നിങ്ങളെല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറയണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ നിങ്ങളുടെ എല്ലാ പരീക്ഷയിലും നിങ്ങൾ ജയാളികളായിട്ട് തീരും. ഞാൻ ഒരു കാര്യം കൂടെ പറയാം, അതിതാണ് നിയമവാദത്തിൻ്റെ അപകടം. നിയമവാദം എന്താണെന്ന് പഴയ നിയമത്തിൽ ജീവിച്ചവർക്ക് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നില്ല. വിശുദ്ധി അന്വേഷിക്കുന്നവരുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന ഏറ്റവും വലിയ അപകടം ഇതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പ്രധാനപ്പെട്ട 2 അപകടങ്ങളുണ്ട്. നാം വിശുദ്ധി അന്വേഷിക്കുമ്പോൾ നമ്മൾ വളരെ കടുംപിടുത്തക്കാരായിത്തീരും. വഴക്കമില്ലാത്തവർ. ദൈവഭക്തർ വഴക്കമുള്ളവരാണ്, കടുംപിടുത്തക്കാരല്ല. പരീശന്മാരെ പോലെ. സൗഖ്യം പ്രാപിക്കാനായിട്ട് ശബത്ത് നാളിലാണോ വരുന്നത്? കർത്താവ് ചോദിക്കുന്ന ശബത്ത് നാളിൽ നിൻ്റെ കഴുത കുഴിയിൽ വീണാൽ അതിനെ രക്ഷിക്കയില്ലേ? അതാണ് കപടഭക്തി. കടുംപിടുത്തം. ശബത്ത് നാളിൽ വേല ചെയ്യരുത്. അതിൻ്റെ അങ്ങേയറ്റത്തേക്ക് പോവുകയാണ്. നിനക്ക് മറ്റുള്ളവരെ അങ്ങനെ വിധിക്കാൻ കഴിയില്ല. നിന്നെ തന്നെ കഠിനമായിട്ട് വിധിക്കുക, എന്നാൽ മറ്റുള്ളവരോട് കരുണ കാണിക്കുക. അതുകൊണ്ട് നിയമവാദം വളരെ അപകടം പിടിച്ചൊരു കാര്യമാണ്. ലോകക്കാർക്ക് അതൊരു അപകടമല്ല. ലോകപ്രകാരം ജീവിക്കുന്നവർ, അവർക്ക് പ്രമാണമൊന്നും വിഷയമല്ല. അവർക്ക് നിയമവാദവും ഇല്ല. അവർ പറയും നിങ്ങൾ സന്തോഷിക്കുക, ഞാനും എല്ലാം ആസ്വദിക്കുകയാണ്, ദൈവം അത്ര കഠിനമൊന്നുമല്ല, സന്തോഷിച്ചു കൊള്ളുക. അവർ നരകത്തിലേക്ക് പോവുകയാണ്, നിങ്ങളെ അങ്ങോട്ട് നടത്തുകയാണ്. അതല്ല ഞാൻ പറയുന്നത്. അതേസമയം ഞാനൊരു പരീശനുമല്ല. നിങ്ങളെ ഇങ്ങനെ ഭൂതക്കണ്ണാടി കൊണ്ട് നോക്കിക്കൊണ്ട് നിങ്ങൾ ചെയ്യുന്ന ഈ കാര്യം ശരിയാണോ, ആ കാര്യം ശരിയാണോ, എനിക്ക് ഈ പരീശൻ്റെ കണ്ണുകൾ വേണ്ട. മറ്റുള്ളവരെ ഭൂതക്കണ്ണാടി കൊണ്ട് നോക്കുന്ന ഒരു പരീശനാണോ നിങ്ങൾ? അതിൽ നിന്ന് രക്ഷപ്പെടുക. കരുണയുള്ള ഒരു കണ്ണ് നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങൾ കരുണയോടുകൂടെ നോക്കുക. നിയമവാദിയായിട്ടല്ല. സാധാരണ ഒരു പുരുഷനും സ്ത്രീയും വിവാഹം കഴിക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം, ഭാര്യ അവിടെ വീട്ടിൽ വളർന്നു വന്ന ഒരു പ്രത്യേക രീതിയിലാണ്. കഴിഞ്ഞ 25 കൊല്ലമായി. ഇപ്പോൾ അവൾ വിവാഹിതയായി. അവൾ പ്രതീക്ഷിക്കുന്ന അവിടെ വീട്ടിൽ എങ്ങനെ ആയിരുന്നു അങ്ങനെ തന്നെ അവിടെ ഭർത്താവ് അവളോട് പെരുമാറണമെന്നാണ്. ഭർത്താവ് അവിടെ അല്ല ജീവിച്ചത്. ഇങ്ങനെ തന്നെയാണ് പുരുഷൻ്റെ കാര്യവും. കഴിഞ്ഞ 28 വർഷമായി അവൻ വളർന്നു വന്നത് അവൻ്റെ വീട്ടിലാണ്. അവൻ വിവാഹിതനെ അവനിപ്പം പ്രതീക്ഷിക്കുന്നത് അവൻ്റെ ഭാര്യ അവൻ്റെ വീട്ടിലെ പോലെ പെരുമാറണമെന്നാണ്. എത്ര ഭോഷത്വമായൊരു കാര്യമാണ്, വിവേകമില്ലാത്ത ഒരു കാര്യം. എന്നാൽ പല ഭാര്യ ഭർത്താക്കന്മാരും അങ്ങനെ തന്നെയാണ്. ഭോഷത്വമാണ്. കരുണ. യേശു ഒരിക്കൽ പറഞ്ഞു, യാഗത്തിലല്ല കരുണയിലത്ര ഞാൻ പ്രസാദിക്കുന്നത്. നിനക്ക് കരുണയില്ലെങ്കിൽ നീ കഴിക്കുന്ന യാഗങ്ങളിലൊന്നും ദൈവം പ്രസാദിക്കുന്നില്ല. ഞാൻ ഓർക്കുന്നു, നമ്മുടെ ബാംഗ്ലൂരിലുള്ള ആദ്യത്തെ കെട്ടിടം പണിയുന്ന സമയത്ത് ഞങ്ങൾ ചിന്തിച്ചു, ആ പ്രസംഗപീഠത്തിൻ്റെ പുറകിൽ ഏത് വാക്യമാണ് എഴുതി വെക്കേണ്ടത്. ഞാൻ പറഞ്ഞു, ഇതാണ് എഴുതേണ്ടത്. നമ്മൾ വിശുദ്ധിയെക്കുറിച്ചാണ് പ്രസംഗപീഠത്തിൽ പ്രസംഗിക്കുന്നത്. വിശുദ്ധി പ്രസംഗിക്കുന്നവർക്ക് വേണ്ടി ഒന്നാമത്തെ കാര്യം മറ്റുള്ളവരോട് കരുണയുള്ളവനായിരിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നീ ഒരു പരീശനാകും. ഞാൻ പറഞ്ഞു, ഈ വാക്യമാണ് നമുക്ക് എഴുതി വെക്കേണ്ടത്. ദൈവം നിങ്ങളോട് കരുണ കാണിച്ച പോലെ നിങ്ങളും മറ്റുള്ളവരോട് കരുണ കാണിക്കുക. കഴിഞ്ഞ 50 കൊല്ലമായിട്ട് ഈ വാക്യമായിരുന്നു അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ 40 കൊല്ലം
ആ പ്രസംഗപീഠത്തിൽ നാം എഴുതിയത് വിശുദ്ധിയിലേക്ക് നമുക്ക് മുന്നേറാമെന്നാണ്. അതുകൊണ്ട് നമ്മൾ അത് ഗൗരവമില്ലാത്തതായിട്ടല്ല കണ്ടത്. പൂർണ്ണതയിലേക്ക് നമുക്ക് മുന്നേറാം. എന്നാൽ ആ പൂർണ്ണതയിലേക്ക് നമ്മൾ മുന്നേറുമ്പോൾ തന്നെ മറ്റുള്ളവരോട് നമുക്ക് കാരണമുള്ളവരുമായിരിക്കാം. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്കൊരു സന്തുലിതാവസ്ഥ ഉണ്ടായിരിക്കണം, ഒരു സമതുലിതാവസ്ഥ. നിങ്ങളുടെ ഒരു കാലും നിങ്ങളുടെ മറ്റേ കാലും തമ്മിൽ 1 ഇഞ്ചിൻ്റെ വ്യത്യാസമുണ്ടെങ്കിൽ നിങ്ങൾ നടക്കുമ്പോൾ എല്ലാവർക്കും അത് മനസ്സിലാകും. ഞാൻ പറയട്ടെ, 1 ഇഞ്ച് അത്രേ കുറവുള്ളൂ. അവിടെ ഒരു ഏറ്റക്കുറച്ചിലുണ്ടാവും. പല ക്രിസ്ത്യാനികളും ഇതുപോലാണ്. എത്രമാത്രം അവർക്കറിയാം എങ്ങനെയാണ് അവർ ജീവിക്കുന്നത്. അറിവും ജീവിതവും 2 കാല് പോലാണ്. പല വിശ്വാസികളുടെയും ജീവിതത്തിൻ്റെ കാല് അറിവിൻ്റെ കാലിനേക്കാൾ ഒരടി കുറവാണ്. അവരെ ഇങ്ങനെയാണ് നടക്കുന്നത്. മറ്റുള്ളവർക്കത് കാണാം. നിന്റെ ജീവിതം ഞാൻ കാണുന്നതുകൊണ്ട് നീ പറയുന്ന എനിക്ക് കേൾക്കാൻ കഴിയുന്നില്ല. നിന്റെ വാക്കിനേക്കാൾ ഉച്ചത്തിൽ നിന്റെ ജീവിതം സംസാരിക്കുന്നു. നിന്റെ ശബ്ദം മുങ്ങിപ്പോവുകയാണ് നീ ജീവിക്കുന്ന വിധം കൊണ്ട്. ദൈവത്തിന് നമ്മളോട് കാരണം തോന്നട്ടെ. നിയമവാദം ഉപേക്ഷിക്കുക. മറ്റുള്ളവരെ നിങ്ങൾ വിധിക്കരുത്, നിന്നെ തന്നെ വിധിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ആത്മീക അഭിവൃദ്ധി ഉണ്ടാവണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുക, ആഗ്രഹിക്കുകയുമാണ്. ദൈവവചനം വായിക്കുക. അങ്ങനെയാണ് ഞാൻ വെല്ലുവിളിക്കപ്പെട്ടത്. ദൈവവചനം ഇല്ലാതെ ഒരു ദിവസം പോലും ജീവിക്കരുത്. എന്നെങ്കിലും നിങ്ങളുടെ ഭക്ഷണം കഴിക്കാൻ നിങ്ങൾ മറന്നിട്ടുണ്ടോ? രാവിലത്തെ ഭക്ഷണം മറന്നാലും ഉച്ചയ്ക്ക് കഴിക്കില്ലേ? എൻ്റെ ഉച്ചഭക്ഷണം കഴിക്കാൻ ഞാൻ മറന്നെന്ന് നിങ്ങൾ പറയില്ല. ഇന്ന് ഭക്ഷണം കഴിക്കാൻ ഞാൻ മറന്നുപോയി. എന്നാൽ ദൈവവചനം വായിക്കാൻ ഞാൻ മറന്നുപോയെന്ന് അനേകർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണത്? ഞാൻ പറയാം. കാരണം ഭക്ഷണത്തിൻ്റെ സ്ഥാനം ദൈവവചനത്തിൻ്റെ മുകളിലാണ്. ഇങ്ങനെ പലരും പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. വചനം വായിക്കാതെ ഭക്ഷണം കഴിക്കില്ല, വചനമില്ലേ ഭക്ഷണവുമില്ല. അങ്ങനെ ചെയ്യുക. എല്ലാ ദിവസവും ദൈവവചനത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ സ്ഥാനമുണ്ടായിരിക്കട്ടെ. ഞാൻ ചെയ്യുന്നതാണ്, ഞാൻ ചെയ്യാത്തതല്ല നിങ്ങളോട് പറഞ്ഞു. ഞാൻ എല്ലാ ദിവസവും ചെയ്യുന്നതാണ്. ഞാൻ ഓർക്കുന്നിടത്തോളം ഏതാണ്ട് 64 കൊല്ലം. നിങ്ങളുടെ ഹൃദയത്തിൽ ധാരാളം ദൈവവചനം നിങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു വേദപുസ്തകമില്ലെങ്കിലും നിങ്ങൾക്കത് ഓർക്കാൻ കഴിയും. നിങ്ങളെ മുമ്പ് വായിച്ചിട്ടുള്ളത് നിങ്ങളുടെ ഓർമ്മയിലേക്ക് കടന്നു വരും. ദൈവവചനത്തിലുള്ള ഏതെങ്കിലും ഒരു കാര്യം ധ്യാനിക്കാതെ ഒരു ദിവസം പോലും നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു പോകരുത്. ഒരു വാക്യമെങ്കിലും. ആത്മീയ അഭിവൃദ്ധി എങ്ങനെ പ്രാപിക്കാൻ കഴിയുമെന്ന് ഞാൻ പല വിധത്തിൽ നിങ്ങളോട് പറഞ്ഞു. വരും ദിവസങ്ങളിൽ ആത്മീയ ജീവിതത്തിൽ നിങ്ങൾക്ക് വളരെ മുന്നേറ്റം ഉണ്ടാകാനായിട്ട് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു.